Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. എനിക്ക് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഭയങ്കര ഇഷ്ടമാണ് മനീഷേട്ടാ. എനിക്ക് രണ്ടുപേരും തമ്മിലുള്ള ഇടിയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യപ്പനും കോശിയൊക്കെ ഇല്ലേ, എനിക്ക് അങ്ങനത്തെ ഇടിയാണ് ഇഷ്ടം. കൊറിയോഗ്രാഫിയുടെ സ്റ്റൈലിനേക്കാളും കൂടുതൽ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഇടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരത്തിന്റെ ഫസ്റ്റ് വന്ന ട്രെയിലറിൽ തിരയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. തിരയുടെ ഫീഡ്ബാക്ക് മാത്രം എല്ലാവരും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഓരോരുത്തരും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. മനീഷേട്ടൻ എന്ന് പറഞ്ഞത് വിനീത ഞാൻ കണ്ടു, എനിക്ക് വർക്കായില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു സായിപ്പില്ലല്ലോ ദൈവമേ. അതിങ്ങനെ മൈൻഡിൽ കൂടെ പോയതാണ്. ഈ മലർവാടി മുതൽ നോക്കിയപ്പം മലർവാടി എന്ന് പറയുന്ന ഡെബ്യൂ ഫിലിം മുതൽ വർഷങ്ങൾക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ തിയേറ്ററിലൊരു തിരയൊഴികെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ ഒരു ഗ്രാൻഡ് സക്സസ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റ് സിനിമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിക്കലി അത് വർക്കാവും എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വേറൊരു മൈൻഡ് സെറ്റാണ് ശരിക്കും. ഇത് ആൾക്കാർക്ക് കറക്റ്റായിട്ട് കിട്ടുമായിരിക്കും, ഈ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ മൈൻഡിൽ ഇങ്ങനെ. രണ്ട് സീനുകൾ ഭയങ്കര ടഫായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ. ഓൺ പേപ്പർ വായിക്കുമ്പോൾ ഇത് കറക്റ്റാണ്, ഇത് ഈ സിനിമയ്ക്ക് വേണം ഒരു തോന്നലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ള പ്ലാനും ഉണ്ട്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിയ രണ്ട് സീനുകളുണ്ടായിരുന്നു. വിനീതിന് തന്നെ പറയാണ്, ഇത് നിങ്ങൾ മുമ്പ് കണ്ട വിനീത് ശ്രീനിവാസൻ പടം ആയിട്ട് കണ്ടുവരരുത് എന്ന് പറയേണ്ടി വരുന്നൊരു സിനാരിയോ ഉണ്ടല്ലോ. ഒരു ഡയറക്ടർ അയാൾ അതുവരെയുള്ള ഫിലിമോഗ്രഫിയിൽ നിന്ന് മാറി ചെയ്തൊരു സിനിമയാണ് എന്നുള്ളത്. നമ്മുടെ ഒരു ഫീൽ ഗുഡ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ടൊരു സിനിമ ചെയ്യണമെന്ന് എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. പുറത്തുനിന്നല്ല, വീട്ടിനകത്ത്. എന്റെ കുടുംബത്തിനെ അറിയാലോ. സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ ഇതിലൊരു തമിഴ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതിയാലോ, അത് നോവൽ എഴുതിയത് ഞാൻ എന്ത് ചെയ്യാനും. നമ്മൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്ന രണ്ട് സിനിമകളുടെ സക്സസ് ആയിരുന്നു. ഒന്ന് ഓഫീസർ, ഒന്ന് ലോക. കരം തിയേറ്ററിലെത്താനിരിക്കുന്നു. വിനീത് ശ്രീനിവാസനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. വിനീത്, സ്വാഗതം. താങ്ക് യു അനിഷിത. കരത്തിന്റെ ഫസ്റ്റ് വന്ന ട്രെയിലറിൽ തിരയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ എനിക്ക് ആ ജോണറിലോടുള്ള ഒരു കണക്ഷൻ കൂടി കൊടുക്കാനായിരിക്കാം. അതിനപ്പുറത്ത് എനിക്കൊന്ന് വിനീത് ഇതുവരെ വന്ന് ചെയ്ത സിനിമകളുടെ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വിനീതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി എന്തോ ഒരു പടമാണ് വരാനിരിക്കുന്നത് എന്നുള്ളൊരു സൂചന ഈ സിനിമ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കരം ചെയ്യാനുള്ള തീരുമാനം മുമ്പേ എടുത്തതാണോ? എന്താണ് കരം? കരം വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ എഴുത്ത് നടക്കുന്ന ഒരു എഴുത്താണോ, അത് 2023 ഏപ്രിൽ, അതായത് വർഷങ്ങൾക്ക് ശേഷം റിലീസിന് ഒരു വർഷം മുമ്പ് നോബിൾ ഇങ്ങനെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന രീതിയിൽ ഒരു പ്ലാനിൽ ഇങ്ങനെ പല പ്രൊഡ്യൂസേഴ്സിനായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പല സമയത്തും നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്തും ഇതിനകത്തുള്ള കുറേ മൊമെന്റ്സ് ഭയങ്കര സ്ക്രീൻ പ്ലേ പല വേർഷൻ ഞാനിങ്ങനെ കേട്ടിട്ട് എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചാണ്, വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു നമ്മുടെ ഒരു ഫീൽ ഗുഡ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ടൊരു സിനിമ ചെയ്യണമെന്ന് എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോബിൾ ഇതുപോലെ ഒരു പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്ക് അവൻ എയർപോർട്ടിലെത്തിയപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചതാ, എടാ നിനക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു കൊല്ലം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ നോബിളിനെ വിളിച്ച് ഞാൻ ഇമ്മീഡിയറ്റ് വിശാഖിനെ വിളിച്ചു. വിശാഖ, വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്ലാൻ എൻ്റെ മൈൻഡിലുണ്ട്. സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അതിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, പക്ഷേ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സിനിമയാണ്. വിശാഖ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ വിനീത് ചെയ്യണം, ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തീരുമാനിച്ചാണ്, 2023 ഡിസൈഡ് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നവരെ ആക്ച്വലി കരത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളിങ്ങനെ അങ്ങനെ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഒരു 1.5 പതിറ്റാണ്ട് മുമ്പൊക്കെ വിനീതിന് ഈ പാകതയോ ഈ മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള ഈ ബോധ്യങ്ങളോ ഇല്ലാത്ത സമയത്താണ് ഒരു പറ്റം തുടക്കക്കാർക്കൊപ്പം മലർവാടി ചെയ്യുന്നത്. അതായത് വിനീത് അടക്കമുള്ള എല്ലാവരും, അതിൽ പറയുന്ന മെയിൻ ആക്ടേഴ്സ് എല്ലാം തന്നെ
തുടക്കത്തിലുള്ള ആളുകളാണ്. ഇതിലിപ്പോൾ നോബിളും താരതമ്യേന ഒരു പുതുമുഖമാണ്, ഒരു ത്രൂ ഔട്ട് ഹീറോ എന്നുള്ള രീതിയിൽ. ശരിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഈ സ്ക്രിപ്റ്റ് ആണോ കരത്തിലെ നായകൻ നോബിൾ ആവുന്നത്? എനിക്ക് എന്താന്ന് വെച്ചാൽ നോബിള് നറേറ്റ് ചെയ്യുമ്പോൾ നോബിള് പറയുന്ന തിരക്കഥയാണല്ലോ ഞാൻ കേൾക്കുന്നത്. അതെ. അപ്പോൾ ഈ ദേവ് മഹേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ സംസാരിക്കുന്നതാണ് ഞാൻ സ്ട്രെയിറ്റ് കേൾക്കുകയാണല്ലോ. പണ്ട് ഇതുപോലൊരു നറേഷൻ ഉണ്ടായിരുന്നു മനീഷേട്ടാ. അതായത് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമ ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു എന്നോട് വന്ന് നറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു നറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് ഇയാൾക്ക് അഭിനയിച്ചാൽ പറയുന്നത്. അപ്പൊ അന്ന് നാദിർഷക്ക അല്ല ഡയറക്ടർ, വേറെ ആരോ ആണ്. അപ്പൊ പിന്നീട് ആ പ്രൊജക്ട് നാദിർഷക്ക ചെയ്യുന്ന രീതിയിൽ വന്നതാണ്. അപ്പൊ അന്ന് എനിക്ക് എൻ്റെ ഒരു ഡയറക്ഷൻ പടം ഉണ്ടായിരുന്നത് കൊണ്ട് അതങ്ങനെ മാറിപ്പോയതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് വിഷ്ണു തന്നെ ചെയ്തു. അപ്പൊ വിഷ്ണു ആണ് ഇത് ചെയ്യുന്നതെന്ന് അന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇത് കറക്റ്റ് ആണ്. കാരണം വിഷ്ണു നറേറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രസന്റേഷൻ തന്നെയായിരിക്കും ആ ക്യാരക്ടറിന്റെ നറേഷൻ വിഷ്ണു എനിക്ക് തരുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പൊ നോബിള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതില് ദേവ് മഹേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രമല്ല, അതില് ഇപ്പൊ വിഷ്ണു നമ്മുടെ ഓഫീസറിൽ അഭിനയിച്ച വിഷ്ണു അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ബാറ്റോ. അപ്പൊ ബാറ്റോ സംസാരിക്കുന്നത് പോലെ നോബിള് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഗ്രാഫ് അടക്കം ഞാൻ പിടിച്ചിട്ടുള്ളത് നോബിളിന്റെ നറേഷനാണ് എൻ്റെ ഏർലിയസ്റ്റ് റെഫറൻസ്. പിന്നീട് പല ആക്ടേഴ്സും വരുന്ന സമയത്ത് നമ്മൾ അത് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടെടുത്ത് തന്നെ എനിക്കിത് നോബിൾ തന്നെയായിരുന്നു. ഒന്ന് അങ്ങനെ അല്ലാത്തൊരു സിനാരിയോ നമ്മൾ ആലോചിച്ചിട്ടുമില്ല. ആ നറേഷനിൽ തന്നെ എനിക്കത് ഇത് വേറെ രീതിയിൽ നമ്മൾ പിന്നെ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ തിര അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിനീത് കംപ്ലീറ്റ്ലി വിനീതിൻ്റെതായ ഒരു സോണിൽ നിന്ന് മാറി ചെയ്തൊരു സിനിമയാണ്. ഇപ്പോഴും അതിലൊരു കൾട്ട് ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാത്ത പോർഷൻസ് ഉണ്ടായ ഞാനത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും ഇപ്പൊ വിനീതിന്റെ ഒരു യുണീക്ക് സിഗ്നേച്ചർ ഉള്ള, അല്ലെങ്കിൽ എനിക്കത് ഇപ്പോഴും ഏതെങ്കിലും ആളുകൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വിനീതിന്റെ മറ്റു പടങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ തിരയാണ്. അതേസമയം തന്നെ തിരയുടെ സെക്കൻഡ് പാർട്ടിന് എവിടെ വിനീതിനെ കണ്ടാലും ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അതിനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കൊണ്ട് അതിനൊരു കൾട്ട് ഫോളോവേഴ്സ് ഉള്ളതാണ്. ഈ കരത്തിന്റെ കാര്യം പറയുമ്പം തിര എന്ന് പറയുന്നത് അതൊരു ഒരു ധൈര്യം കൂടുതലുണ്ടല്ലോ, അങ്ങനെ ഒരു റിസ്ക്കും ചാൻസും എടുക്കലുണ്ടല്ലോ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് പറയുന്നത്. എപ്പോഴും അവരുടെ ഈ സക്സസ് പോയിന്റ് വെച്ചിട്ട് ഏറ്റവും സക്സസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അപ്രീസിയേഷൻ ഉള്ള ഒരു സിനിമ പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൾട്ട് ഫോളോവേഴ്സ് ഉള്ള ഒരു പടത്തിന്റെ സാധനം അത് ഇങ്ങനെ ഒരു ജോണർ ഷിഫ്റ്റ് ആണെന്ന് പറയാൻ കൂടി ചെയ്തതാണ്. എന്താണ് തിര അതിൽ വരാൻ കാരണം? എനിക്കത് ഒരുപാട് രീതിയിൽ ഭയങ്കര പേഴ്സണലാണ് മനീഷേട്ടാ. ഒന്ന്, തിര ഇറങ്ങിയ സമയത്ത് ഇപ്പൊ മനീഷേട്ടനെ ഇന്ത്യ വിഷനിലെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാ ഞാൻ കാണുന്നത്. എനിക്ക് തിരയുടെ ഫീഡ്ബാക്ക് മാത്രം എല്ലാവരും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഓരോരുത്തരും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. മനീഷേട്ടൻ അന്ന് പറഞ്ഞത് വിനീത ഞാൻ കണ്ടു, എനിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞു. ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് മനീഷേട്ടൻ അത് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എന്നെ വിളിക്കുന്നത് നോബിളാ തിര കണ്ടിട്ട്. അവൻ എൻ്റെ തിരയും വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് റിലീസിന് മുമ്പ് അവൻ കാണാത്ത 2 സിനിമകൾ. തിര അവൻ തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഞാനപ്പോൾ കണ്ടനാട് വീട്ടിൽ നിന്ന് കടവന്ത്രയിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ വിളിച്ചിട്ട് ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ പടം കണ്ടു, എനിക്ക് വർക്കായില്ല, ഇമോഷൻ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നോബിൾ ഇങ്ങനെ പറഞ്ഞു. അതായിരുന്നു ഫസ്റ്റ് ഫീഡ്ബാക്ക്. അവിടുന്ന് ഒരു ടീം എന്ന് പറയുന്നൊരു അടിയാണ്. അടുത്ത ദിവസം പിന്നെ ജൂഡ് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കര തീയായിരുന്നു, അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്, സെക്കൻഡ് ഹാഫ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അതായിരുന്നു ജൂഡിൻ്റെ ഫീഡ്ബാക്ക്. അത് ടിം അതും പോയി. അങ്ങനെ പിന്നെ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് തിര അന്ന് തിയേറ്ററിൽ വർക്കായിട്ടില്ല. പക്ഷെ നമ്മൾ ഓൺലൈൻ എടുത്ത് നോക്കുമ്പോഴേക്കും നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ സിനിമേനെ പറ്റി റേവ് ചെയ്യാണ്, എന്നാൽ തിയേറ്ററിൽ ആളുമില്ല. അപ്പൊ ഈ റേവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എവിടുന്ന കണ്ടെന്ന് പോലും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ LG ആണല്ലോ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ വിനോദേട്ടൻ എന്നോട് സംസാരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ റിവ്യൂസ് വിനോദേട്ടൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ വിനോദേട്ടൻ ചോദിക്കും ഇവരൊക്കെ എവിടുന്ന കണ്ട വിനീത്, തിയേറ്ററിൽ ആളില്ല. അപ്പൊ അതും പറയുന്നുണ്ട്. അടുത്ത ദിവസമാണ് നിവിൻ വിളിക്കുന്നത്. അപ്പൊ നിവിനും സിനിമ അന്ന് കണക്ട് ആയിട്ടില്ല. അപ്പോൾ അതിന് 2 ഓഡിയൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. അത് ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ അത് കാണാത്ത ആൾക്കാരായിരുന്നു. തിയേറ്ററിലേക്ക് അധികം ആൾക്കാർ വന്നിട്ടില്ല ആ സമയത്ത്. പക്ഷെ പിന്നെ ഇതിങ്ങനെ ഓവർ ദി ഇയേഴ്സ് ഇതിങ്ങനെ DVD റിപ്പായിട്ടും ടെലിഗ്രാമിലും ഒറിജിനൽ സോഴ്സിലല്ല പല ആൾക്കാരും കണ്ടിട്ടില്ല.
അപ്പൊ അങ്ങനെ കണ്ട് 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 ആ സിനിമ ഇപ്പോഴെന്തെങ്കിലും ഒരു പോസ്റ്റ് വരും അർണബിന് മീൻസ് ഇതിന്റെ അതിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എന്നോട് ഒരു എപ്പോഴും പോസ്റ്റ് ഡിസ്കഷൻ ചോദിക്കാറുണ്ട്. അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കും തിയേറ്ററിൽ കണ്ടിരുന്നോ എന്ന് ചോദിക്കും. ഉം. അപ്പോൾ ചില ആൾക്കാർ കണ്ടു എന്ന് പറയും, ഉം. ചില ആൾക്കാർ പിന്നെയാ കണ്ടതെന്ന് പറയും. അങ്ങനെയൊക്കെ. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് പറഞ്ഞിട്ട് ഒരു പടം പ്രസന്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നു. അതൊക്കെ ഒരു എന്താ പറയാ, നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ഒരു സമയത്ത് നമ്മൾ ഫെയിലിയർ എന്ന് വിചാരിച്ചത് ഫെയിലിയർ അല്ലായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നൊരു ഒരു കൂട്ടത്തിൽ ഭയങ്കര തലയെടുപ്പോടെ മറ്റു സിനിമകളെക്കാൾ വേറെ രീതിയിൽ വിജയിച്ച സിനിമകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് പറയുമ്പോൾ ആളുകൾ എക്സൈറ്റഡ് ആവുന്നൊക്കെ അതൊരു എന്തോ എനിക്ക് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ വിനീത് ഷാൻ ജോമൻ നിങ്ങളൊരു ഒരു 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 കോർ ടീം പോലെയാണല്ലോ. അപ്പം തട്ടം മുതൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരേ മനസ്സിൽ. ഇപ്പം വിനീതിന്റെ ഒരു പടം എന്ന് പറയുമ്പോൾ ജോമന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഷാൻ അങ്ങനെ തന്നെയാണ്. ഷാൻ അതിനകത്താണ്. അതൊരു എന്താ പറയുക, അവരുടെ ഹോം പ്രൊഡക്ഷൻ പോലെയായി മാറുന്ന സാധനമാണല്ലോ. ആ ഒരു കോമ്പിനേഷൻ കൂടി തിരിച്ചു വരുന്നൊരു സാധനമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ കരിയറിൽ പലതരത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് പലതരം സക്സസ്ഫുള്ളിലൂടെ വേറൊരു ഒരു മറ്റു തരം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് എന്താ പറയാ ഒരു 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 ഇരുത്തം വന്ന ആളുകളായിട്ട് മാറിയിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ഒരു നിങ്ങളുടേതായ പിന്നെ പക്വതയില്ലായ്മകൾ, അറിവില്ലായ്മകളൊക്കെ ഉണ്ടായ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്നുണ്ടായ ഒരു സക്സസ് എൻജോയ് ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് വേറൊരു തരം ബോധ്യങ്ങളിലാണല്ലോ പുതിയ പടം ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു തരത്തിലൊരു റീയൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സിനിമയ്ക്കകത്തുള്ള റീയൂണിയൻ എങ്ങനെയാണ് അത് ഇപ്പൊ ജോ ഇത് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ജോ എല്ലാം ചെയ്യാന്ന് പറയും, പക്ഷെ അവസാന നിമിഷം ആളെ കിട്ടൂല. പക്ഷെ ആള് വരുന്ന ഉറപ്പായ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ജോന്റെ ഫ്രെയിം നമുക്ക് വീണ്ടും മോണിറ്ററിൽ കാണാമല്ലോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിരുന്നു. അപ്പോൾ ജോ ലൈറ്റ് വെക്കുന്നതിനേക്കാളും കൂടുതൽ ലൈറ്റ് കട്ട് ചെയ്യുന്ന ഫ്ലാഗ്സ് ആണ് കൂടുതൽ ഉണ്ടാകുക. അങ്ങനെ ഞാനൊരു വേറൊരു സിനിമാറ്റോഗ്രാഫറിന്റെ കൂടെ ഉണ്ടാവുമായിരിക്കും ആൾക്കാർ, പക്ഷെ ഒറ്റ ലൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കട്ട് ചെയ്യാനുള്ള ഫ്ലാഗ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷാഡോസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഭയങ്കര രസമാണ്. ക്വാളിറ്റി ഓഫ് ലൈറ്റും അതേപോലെ തന്നെ ഇപ്പം ഇത് ജോ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യുന്ന തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്ന ഒരു മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല സിൽവറ്റ്സ് കിട്ടും പടത്തില്, ഭയങ്കര രസമുള്ള ഷാഡോസ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ജോ ഞാനും വർക്ക് ചെയ്യുമ്പോൾ ഈ പടത്തിന്റെ ലുക്ക് ആൻഡ് ഫീൽ എന്താന്നുള്ളൊരു ചർച്ചയെ ഉണ്ടാവാറില്ല മനീഷേട്ടാ. ഇപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ ഈ സിനിമയാണെങ്കിലും ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ആദ്യം പോയി കാണും. അപ്പൊ ജോ ലൊക്കേഷൻ കാണുമ്പോൾ ജോൻ എന്താ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു പരിധി വരെ എനിക്കറിയാം. കാരണം ഞാൻ ലൊക്കേഷൻ കണ്ടത് എങ്ങനെയാന്നുള്ളത് പഠിച്ചത് ജോന്റെ അടുത്തുനിന്നാ. എന്നെ പഠിപ്പിച്ചത് ജോവാ. ഇവിടെ ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടത്തിൻ മറയത്തിന്റെ സമയത്ത് ഇവൻ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് പിന്നീട് ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പൊ ജോൻ എന്താ ഇഷ്ടമാകുക എന്നുള്ളത് എനിക്കറിയാം. അപ്പം ആകെ കൂടെ 1-2 ലൊക്കേഷൻസ് മാത്രമേ പിന്നീട് ജോ വന്നിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ലൊക്കേഷൻസും പക്കയായിട്ട് അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതേപോലെ പ്രീ പ്രൊഡക്ഷനൊക്കെ വളരെ എന്താ പറയാ ഓവർ ദ ഫോണാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ജോർജിയയിൽ പോയ സമയത്ത് ജോൻ്റെ കൂടെ പോയ സമയത്ത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ റൂം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും പണ്ട് നമ്മൾ റൂം ഷെയർ ചെയ്തിട്ട് തന്നെയാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ തട്ടത്തിൻ മറയത്തൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇളയമ്മേൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് ഒരു മുറിയിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ശ്യാമാമ്പരത്തിന്റെ ഫുൾ ലൈൻസ് പഞ്ച് ചെയ്യുന്നത്. ഈ ലൈനിന് നമുക്ക് ഇതെടുക്കാം, ഈ ലൈനിന് ഇതെടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റ മുറിയിൽ കിടന്നുറങ്ങി ജോ കൂർക്കം വലിക്കുക. അത് ഇച്ചിരി പറയാൻ പാടുണ്ടോ അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ജോന്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്നത് ഇതിന്റെ റെക്കിക്ക് പോകുന്ന സമയത്താണ്. അപ്പോൾ ജോനൊരു ശീലമുണ്ട്, തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് അങ്ങ് തുറക്കും. ലാപ്ടോപ്പ് അങ്ങ് തുറന്നിട്ട് റെഫറൻസസ് ഉണ്ടല്ലോ, ഇമേജസ്. അപ്പോൾ ഒരു റെഫറൻസ് ബാങ്ക് ഉണ്ട് ജോന്. ജോ കാണുന്ന സിനിമകളിൽ ജോന് ഇഷ്ടപ്പെടുന്ന പടത്തിന് വേണ്ടിയിട്ടും കളക്ട് ചെയ്ത് വെക്കും. അതുപോലെ അവൻ ഇഷ്ടപ്പെടുന്ന ഇമേജുകളെല്ലാം അവൻ ഇങ്ങനെ ഫോൾഡേഴ്സിലായിട്ട് സ്റ്റോർ ചെയ്യും. ഇത് ഞാൻ ചാപ്പയുടെ സമയത്ത്
ഞാൻ കണ്ടിട്ടുണ്ട്, തട്ടത്തിൻ്റെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രാക്ടീസ് ജോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരാളുണ്ടല്ലോ, കുറേ ചില ആൾക്കാർക്ക് കുറേ വർഷം കഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു ഡൈ ഔട്ട് ഉണ്ടാവുമല്ലോ, അതില്ല ജോന്. ജോ ആ സംഗതി തന്നെ നിൽക്കുന്നത്. ആ ഇമേജിനോടുള്ള ജോന്റെ ഒരു പാഷൻ ഉണ്ടല്ലോ, അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയാ, സന്തോഷമായിരുന്നു തിരിച്ച് കാണാൻ. മലർവാടി നിങ്ങളുടെ തുടക്കത്തിലേക്ക് എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഇപ്പൊ പിന്നെ തട്ടം മുതൽ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒരു തിയേറ്റർ ഡിസൈനെ കുറിച്ച് ആളുകൾക്ക് കുറച്ചുകൂടി പിടുത്തം ട്രെയിലർ കണ്ടാൽ കിട്ടും. ഇത് എനിക്ക് തോന്നുന്നത് കരത്തിന്റെ ട്രെയിലർ വന്ന സമയത്ത് അങ്ങനെ ഒരു പിടുത്തം വിട്ട പരിപാടിയാണ്. തിരയുടെ മോഡൽ പോലും അല്ല. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ഷൂട്ട് ഔട്ടും ഇങ്ങനെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു പിടികിട്ടാത്ത സ്വഭാവത്തിലേക്ക് അത്രയും മാറിയാണ് ചെയ്തേക്കുന്നത്. സോ എനിക്ക് അറിയാം, ഞാൻ 2011 വിനീതിനോട് സംസാരിച്ച വിനീത് അജിത്തിന്റെ പടങ്ങൾ ഏത് തരം പടങ്ങളും ചെയ്യാൻ താല്പര്യമുള്ള ഒരു ത്രൂ ഔട്ട് ആക്ഷൻ ജോണർ പടമൊക്കെ ചെയ്യാൻ അന്നേ താല്പര്യമുള്ള ആളാണ്. അതായത് ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ മൾട്ടിപ്പിൾ ജോണേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം താല്പര്യമുള്ള ആളാണ്. പക്ഷേ ഇപ്പം കരത്തിന്റെ കാര്യത്തിൽ വരുമ്പം അതിൻ്റെ ഒരു ടോട്ടൽ വിഷ്വൽ ഡിസൈൻ, അതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീത് ഒരു പക്ഷേ വിനീതിന് ഏറ്റവും കൺവീനിയന്റും കംഫർട്ടും ആകുന്ന ജോണറിന് കംപ്ലീറ്റ് മാറി ചെയ്യുവാണല്ലോ. അതായത് ഒരു ഫ്രം ദ സ്ക്രാച്ച് ഒരു സിനിമ ട്രൈ ചെയ്യുകയാണല്ലോ. അത് എങ്ങനെയാണ് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു ഫിലിം മേക്കറുടെ? അതിൻ്റെ പ്ലാനിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം നമ്മൾ ഷോർട്സ് ആലോചിക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഷോർട്ട് ഡിവിഷൻ ഉണ്ടാവുമല്ലോ, അത് ആദ്യം വരുമല്ലോ. ഓക്കെ, ഇത് വേണ്ട, ഈ പടത്തിന് ഇത് വേണ്ട, അങ്ങനെയുള്ള തീരുമാനം വിനീതിന്റെ പടത്തിൽ കണ്ടതാണ്, ഇത് ഈ പടത്തിൽ വേണ്ട എന്ന് വിനീത് ശ്രീനിവാസൻ തന്നെ ആലോചിക്കും. അങ്ങനെ ഞാൻ ഒരുപാട് സീനുകൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് തോട്ടിൽ വരുന്നതാണ്, ഈ ഒരു ഡിവിഷൻ പോണ്ട, പിന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു സംഗതി. പിന്നെ മെയിനായിട്ടുണ്ടായിരുന്ന, ഇത് പോസ്റ്റ് റിലീസാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഈ ഡെലിബറേറ്റ് വൈഡ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫോറിനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, ഫോറിനേഴ്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അനാവശ്യമായിട്ടുള്ള ജോഗ്രഫിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. നമുക്കത് നമ്മൾ പുറത്തു പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സൈറ്റ്മെന്റ് ആണല്ലോ. അപ്പം നമ്മൾ കഥയ്ക്ക് ആവശ്യമില്ലെങ്കിലും അങ്ങനെ ഒരു ആ ടെറൈൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനത്തെ ഷോട്ടുകൾ വെക്കണം എന്ന് ദുബായ് ആണെന്ന് അറിയണം, ഇത് ജോർജിയ ആണെന്ന് അറിയണം. അതെ അതെ. അപ്പോൾ പക്ഷെ നമ്മൾ ഈ ത്രില്ലർ ഫിലിംസ് ഇപ്പോൾ കാണുന്ന സമയത്ത്, ഞാൻ പല സിനിമകളും കാണുമ്പോൾ അവർ ആ സെറ്റ് പീസ് ഭയങ്കരമായിട്ട് കാണിച്ച് നമ്മളെ ഇംപ്രസ് ചെയ്യാനൊന്നും നോക്കൂല. ആ ക്യാരക്ടർ പോകുന്ന വഴിയിൽ സ്റ്റോറി ടെല്ലിങ്ങിന്റെ പാർട്ടിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കാണാം, അത് അവിടെ ഉണ്ടാവും. ഈ സ്ഥലത്തൂടെയൊക്കെയാണ് ഇയാൾ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ജോൺ വിക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് ഹ്യൂജ് ഇൻഡോർ സെറ്റ് പീസസ് ഉണ്ട്, പക്ഷെ അതിലേക്ക് നമ്മളെ അവർ ഫോക്കസ് ചെയ്യിക്കുകയില്ല. അവർ ക്യാരക്ടറിന് ജേണിയിൽ ആ പാർട്ട് ജേണിയിൽ ആ സാധനം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ല സെറ്റ് ഇട്ടതല്ലേ, നമുക്കിത് കാണിക്കണ്ടേ, ഇത്രയും കാശ് മുടക്കിയതല്ലേ, ഈ സാധനം നമുക്ക് തോന്നുമല്ലോ. അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അവിടെയുള്ള ഒരാള് ഷൂട്ട് ചെയ്ത പോലെ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാക്കണം. അത് എനിക്കറിയില്ല അത് എത്രത്തോളം അച്ചീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതൊരു സാധനം മൈൻഡിലുണ്ടായിരുന്നു. വേറൊരു സാധനം, ഫോറിനേഴ്സ് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അഭിനയിപ്പിച്ച പോലെ തോന്നാൻ പാടില്ല എന്നുള്ളത്. അത് ചില സിനിമകൾ ഇങ്ങനെ കാണുന്ന സമയത്ത്, ഇപ്പം നമ്മൾ മലയാളം പടത്തിലാണ് അഭിനയിച്ചത് എന്ന് തോന്നരുത്. അതെ, അവര് നമ്മുടെ ഒരു ടോണിലേക്ക് അത് വരരുത് എന്നുണ്ടായിരുന്നു. അവരവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ നിൽക്കണം. അപ്പൊ അതൊക്കെ തിരയിൽ എനിക്ക് കിട്ടിയ ട്രെയിനിങ് ആണ്. നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവരവരുടെ രീതിയിൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പൊ ഇതിൽ കുറെ അങ്ങനത്തെ സെർബിയൻ ആക്ടേഴ്സ് ഉണ്ട്, റഷ്യൻ ആക്ടേഴ്സ് ഉണ്ട്, ജോർജിയൻ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യുമ്പോൾ അവരവരുടെ രീതിയിൽ തന്നെ ഉണ്ടാവണം. ശരിക്കും അങ്ങനെയാണ്. കാസ്റ്റിംഗ് ശരിക്കും ഒരു സർപ്രൈസ് ഫാക്ടർ ഉണ്ടല്ലോ. നമ്മൾ ഈ ആശാനൊക്കെ വരുന്ന സമയത്ത് ആളുകൾ, അതായത് ആക്ടേഴ്സും അല്ലാത്തവരെ കൂടി കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ എനിക്ക് തോന്നുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുതിയ ആളുകളെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു കാസ്റ്റിംഗ് പ്ലാൻ ശരിക്കും അത് ഡെലിബറേറ്റ്ലി ഉണ്ടാക്കിയൊരു സംഗതിയാണോ? എന്താണത്? ആശാൻ്റെത് ഞങ്ങൾക്ക് ഒരു ലക്കടിച്ചതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു സായിപ്പില്ലല്ലോ ദൈവമേ, അതിങ്ങനെ മൈൻഡിൽ കൂടെ പോയതാണ്. പണ്ടാണെങ്കിൽ നമുക്ക് ഈ ആനവാൽ മോതിരത്തിലൊക്കെ സീസൺസിലൊക്കെ ഉള്ള ഗ്യാവിനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫെമിലിയർ ഫേസ് ഉണ്ടാവുമല്ലോ. ഇത് അഭിനയിക്കുന്ന ഇപ്പൊ നോബിൾ ആണെങ്കിലും ഒരുപാട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരല്ല, നായികമാരും പുതിയ ആൾക്കാരാണ്. നമുക്ക് പിന്നെ ക്യാരക്ടർ റോൾസിൽ നമ്മുടെ ആളുകളുണ്ട്. എന്നാലും
ഒരു ഇപ്പുറത്ത് നിൽക്കുന്ന ആളും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നോബിളിന്റെ ബ്രദറാണ് ഈ ആശാന്റെ കാര്യം സജസ്റ്റ് ചെയ്യുന്ന, നിഖിൽ എന്ന് പറഞ്ഞിട്ട് നോബിളിന്റെ ബ്രദർ. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു അദ്ദേഹം കേരളം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ പുള്ളി കോച്ചായിട്ടില്ലല്ലോ, അപ്പോൾ പക്ഷെ പുള്ളിക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്, ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചുമ്മാ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആശാന്റെ മാനേജറെ അപ്രോച്ച് ചെയ്തപ്പോൾ ആശാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ ഓഡിഷന് അദ്ദേഹം ദുബായിലേക്ക് വന്നു. അപ്പം ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ദുബായിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് അദ്ദേഹത്തിന് ഓഡിഷൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറ്റുന്ന ആള്. അപ്പം എനിക്ക് ഭയങ്കര ടോളായിട്ടുള്ള ഒരാള് ആ റോള് ചെയ്യണം എന്നുണ്ടായിരുന്നു, എല്ലാവരെക്കാളും ഹൈറ്റുള്ള, അങ്ങനെ ടവർ ചെയ്ത് നിൽക്കുന്ന ഒരാള്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡബിൾ ഹൈറ്റ് ഉണ്ട് അദ്ദേഹം ഏതാണ്ട്. അപ്പോൾ പെർഫോമൻസ് ആണെങ്കിലും പിന്നെ അവർക്ക് നാച്ചുറലായിട്ടൊരു ഒരു ഡെലിവറി ഉണ്ടല്ലോ, അത് തന്നെ രസമുള്ളതാണ്. ബാക്കിയുള്ള ആക്ടേഴ്സിനെയൊക്കെ നമ്മൾ അവിടുത്തെ ജോർജിയയിലുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ ത്രൂ അങ്ങനെ ഫിക്സ് ചെയ്തതാണ്. അവിടെയുള്ള തിയേറ്റർ ആർട്ടിസ്റ്റ്, പിന്നെ ഈ ആഡ്സിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ, വെബ് സീരീസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആക്ടേഴ്സാണ് വന്ന് ചെയ്തത്. അവർ പ്രൊഫഷണൽ ആക്ടേഴ്സാണ് അഭിനയിച്ചിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ. നമ്മൾ ഇപ്പോൾ ഈ മെക്സിക്കൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോളിവുഡ് ആൻഡ് നോൺ ഹോളിവുഡ് ത്രില്ലേഴ്സ് ആണെങ്കിലും അങ്ങനെ പല ജോണർ സിനിമകളിലൊക്കെ ഒരു വൺ മാൻ വൺ മിഷൻ പോലുള്ള ഒരു സിനാരിയോ വരാറുണ്ട്. ഇപ്പം ഈ ഞാൻ 2 ട്രെയിലറും കണ്ട സ്ഥിതിക്ക് ചോദിക്കുകയാണ്, ഇപ്പം ഒരു 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 ഇതിലെല്ലാം ഒരു സർപ്രൈസ് ഉണ്ട്, എന്നാൽ നിങ്ങൾ സ്റ്റോറി റിവീലിംഗ് ഒരു പരിധി കഴിഞ്ഞിട്ട് പിടികിട്ടുന്നില്ല. ഇത് എവിടുത്തെ കഥ, ഇയാൾ ആരാണ്, എന്താണ് എന്ന് പിടികൊടുക്കാതെ, എന്നാൽ അതിൽ പറയുന്ന എനിക്ക് ഒരു കീ മൊമെന്റ്സ് ഒക്കെ അത്യാവശ്യം കാണിച്ചിട്ടാണ് ട്രെയിലർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് പ്രേക്ഷകർക്ക് ഇപ്പൊ കൊടുക്കുന്ന ഐഡിയയിൽ ട്രെയിലറിനപ്പുറത്ത്? ഇപ്പൊ മനീഷേട്ടൻ പറഞ്ഞ തന്നെയാണ് മാൻ ഓൺ എ മിഷൻ. ഒരു ഫോറിൻ ലാൻഡിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ ഒരാൾ പെടുന്നു, ആ സിറ്റുവേഷനിൽ അയാൾ കരകയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കരകയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അത് തന്നെയാണ് സിനിമ, മാൻ ഓൺ എ മിഷൻ. കറക്റ്റായിട്ടാണ് മനീഷേട്ടൻ പറഞ്ഞത്. ഭയങ്കര സിമ്പിൾ സ്റ്റോറിയാ. അങ്ങനെ സ്റ്റോറിയിൽ അങ്ങനെ എന്താ പറയുക, ട്വിസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇതെങ്ങനെ അയാൾ എങ്ങനെ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ള എൻ്റെ സ്ക്രീൻ പ്ലേയിലാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ വയലൻസിൻ്റെ കാര്യത്തിൽ വിനീതിന് വളരെ കൺവിക്ഷനുള്ള ഒരു അപ്രോച്ച് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വയലൻസിൻ്റെ പോർട്രേയിൽ അതൊരു ബിഗ് സ്ക്രീനിൽ എത്തുന്ന സമയത്ത് അതൊരു ആളുകൾ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് എലമെന്റ് വരരുത് എന്ന് നിർബന്ധം. അത് ഞാൻ തിരയുടെയൊക്കെ അനുബന്ധമായിട്ട് പലരും സംസാരിക്കുന്നതിന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു എഴുതി വെച്ച വയലൻസ്, അത് വയലൻസിനോട് ആളുകൾക്കൊരു ഏതെങ്കിലും തരത്തിലൊരു ഒരു ഗ്ലോറിഫൈ ചെയ്തു എന്ന് തോന്നുന്ന വിധത്തിൽ വരരുത്. അതൊരു വിക്ടിമിന്റെ പെർസ്പെക്റ്റീവിലാണ് വരേണ്ടതെന്നൊക്കെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഇപ്പം ഈ കരത്തിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ഇതിൻ്റെ ഒരു വയലൻസും ആക്ഷനൊക്കെ ഉള്ളൊരു സിനിമയാണല്ലോ. അവിടെ ഒരു ഇതിൻ്റെ ഒരു ഡയറക്ടോറിയൽ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു? 2 സീനുകൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സീനുകൾ ഉണ്ടായിരുന്നു. അത് ഭയങ്കര വയലന്റ് ആയിട്ടല്ല. ഇപ്പം മലയാളത്തിൽ കോർ വയലൻസ് ഉള്ള സിനിമകൾ വന്ന് നമ്മൾ കണ്ടു. അപ്പൊ അത്രയ്ക്കൊന്നുമില്ല മനീഷേട്ടാ, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ എനിക്കത് 2 സീനുകൾ ഭയങ്കര ടഫായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ. ഓൺ പേപ്പർ വായിക്കുമ്പോൾ ഇത് കറക്റ്റാണ്, ഇത് ഈ സിനിമയ്ക്ക് വേണം ഒരു തോന്നലുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ള പ്ലാനും ഉണ്ട്. പക്ഷെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിയ 2 സീനുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു സീൻ പർട്ടിക്കുലർലി ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് എങ്ങനെയെങ്കിലും എടുത്ത് തീർത്താൽ മതി എന്നായിരുന്നു. ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഞാനത് എടുക്കുമ്പോൾ. എനിക്ക് ആ ലെവൽ ഓഫ് ക്രൂവൽറ്റി, അതായത് ബാക്കി സിനിമ കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, എനിക്ക് അത്ര പോലും ബുദ്ധിമുട്ടാണ് അത് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ ഞാനത് ഫിനിഷ് ചെയ്തു. എഡിറ്റിൽ വന്നപ്പോൾ അതിൽ പകുതി സാധനം ഞാൻ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന്റെ ബാക്കി ആൾക്കാർ കാണുള്ളൂ. അതിൽ എനിക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ അതായത് ഇതിന് ആവശ്യമുള്ളത് സിനിമയ്ക്കകത്തുണ്ട്. അത് ആ സീൻ ആക്ച്വലി 2 രീതിയിൽ ട്രീറ്റ് ചെയ്യായിരുന്നു. അത് ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്താൽ അതിനൊരു ഭയങ്കര ഷോക്കിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ ഷോക്കിംഗ് ഇമ്പാക്റ്റ് വേണ്ട എന്നുള്ള ഡിസിഷൻ ഞാൻ എടുത്തു. ഞാൻ അതിനെ ഇമോഷണലായിട്ട് ട്രീറ്റ് ചെയ്തു. ഇമോഷണലായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്രൂവൽറ്റി കാണിക്കാണ്ടിരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു. അത് സിനിമയ്ക്ക് ഗുണകരം എന്നുള്ളതിനേക്കാളും വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കത് അങ്ങനെ ഒരു സാധനം കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ ഇമോഷണലി ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്
ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ നോക്കാം. ഈ മലർവാടി മുതൽ നോക്കിയപ്പം മലർവാടി എന്ന് പറയുന്ന ഡെബ്യൂ ഫിലിം മുതൽ വർഷങ്ങൾക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ തിയേറ്ററിലൊരു തിരയൊഴികെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ ഒരു ഗ്രാൻഡ് സക്സസ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം കരം എന്ന് പറയുന്ന സിനിമയുടെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം അറിയാം പ്രണവിൻ്റെ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള ഇത് വന്നിരിക്കുന്നത് വിനീതിൻ്റെ പടത്തിലൂടെയാണ്. നിവിൻ എപ്പോഴും ഒരാളുകൾ റെഫറൻസ് പറയുകയാണ് വിനീതിൻ്റെ പടത്തിലെ പോലത്തെ ഒരു നിവിൻ എന്നുള്ളതാണ് ആളുകൾ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ സിനാരിയോ പോലെ വന്നത്. ഇവിടെ നോബിളിനെ എത്രയോ കാലമായിട്ട് അറിയാം. നോബിൾ വിനീതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. മറ്റേത് കുറച്ചുകൂടി ഒരു കാസ്റ്റിംഗ് എന്നുള്ള സ്വഭാവത്തിൽ ആ ക്യാരക്ടറിലേക്ക് ഒരാൾ വരികയാണ്. ഇത് ഒരാൾ എഴുതി വെച്ച അങ്ങനെ ഒരു അയാൾ തന്നെ അതിന്റെ ലീഡ് ആക്ടറായിട്ട് എഴുതി വെച്ച സ്ക്രിപ്റ്റിൽ നിന്നാണ് വിനീത് അതിന്റെ ബാക്കി കാര്യങ്ങൾ. അവിടെ റൈറ്റർ വിനീത് കൂടിയല്ല. നോബിൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആക്ടർ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു വിനീത് എടുത്തൊരു ടാസ്ക് എന്തായിരുന്നു, വിനീതിന്റെ കംഫർട്ട് എന്തായിരുന്നു? നോബിളിന് ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടില്ല നോബിൾ എൻ്റെ പടത്തിൽ. അതെ, ഫിലിപ്സ് കണ്ടപ്പോൾ എനിക്ക് അതില് ഹെലനിലും നോബിൾ രസമായിരുന്നു. ഫിലിപ്സിൽ എനിക്ക് കുറച്ചും കൂടി നോബിളിനെ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ക്യാരക്ടറായിട്ട് അവനെ നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലോ. നമ്മൾ സ്ഥിരം കാണുന്ന ഒരാളെ ഒരു ക്യാരക്ടറായിട്ട് കാണുന്ന പറയുന്നത് വേറെ കാഴ്ചയാണല്ലോ. ഇതിന്റെ കേസിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ നോബിൾ പറഞ്ഞിട്ടാണല്ലോ ഞാനിത് കേൾക്കുന്നത്. അപ്പൊ ഈ സിനിമ എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നതിനും എത്രയോ മുമ്പ് അത് കൺസീവ് ചെയ്ത ആള് നോബിളാണ്. അത് ഫുൾ എഴുതി അതിൻ്റെ ഒരു എലാബറേഷൻ നടത്തിയത് മൊത്തം നോബിളാണ്. എന്നിട്ട് അത് അവൻ നറേറ്റ് ചെയ്യുമ്പോൾ ആ സിനിമ കംപ്ലീറ്റ്ലി അവൻ്റെ സിസ്റ്റത്തിലുണ്ട്. അപ്പം അങ്ങനെ ഒരാളെ നമുക്ക് പെർഫോം ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആകെ കൂടി അതിൻ്റെ ഒരു മീറ്റർ കറക്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്ത് പോവുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ ത്രില്ലേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിലെ സൈലന്റ് ഷോട്ടുകൾ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡയലോഗ്സ് ഒക്കെ ഒറ്റ മൂഡിൽ നമുക്ക് അങ്ങനെ എടുത്തെടുത്ത് പോകും. പക്ഷേ ഇപ്പോൾ ഒരു ക്യാരക്ടർ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അയാൾ പേടി ഉള്ളിൽ വെച്ചിട്ട് അയാൾ ആ ഫിയർ പുറത്ത് കാണിക്കാതെ അയാൾ റിയാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഇതൊക്കെ ഒന്നും പറയാതെ ഒരാൾക്ക് കൺവിൻസ് ആവണമല്ലോ. അതിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഞാനും നോബിളും കൂടിയിട്ട് ഇതിൽ ഒരുപാടൊന്നും ഇയാളുടെ ഫേസിൽ നമ്മൾ കാണിക്കാനും പാടില്ല, എന്നാൽ ഒരു സാധനം ഹോൾഡ് ചെയ്യാൻ വേണം. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പം തിരയിൽ ധ്യാൻ ത്രൂ ഔട്ട് ഒരു പെയിൻ ധ്യാനിൻ്റെ ക്യാരി ചെയ്തിട്ടാണല്ലോ ആ സിനിമയിൽ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ത്രില്ലറിൽ അതാണ് ഏറ്റവും ചാലഞ്ച്. ഇത് തിരയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരയിലുള്ളതിനേക്കാളും കൂടുതൽ വേരിയേഷൻസ് കൂടി ഈ ക്യാരക്ടർ പോകേണ്ടതുണ്ട് ഇതിൽ. അപ്പോൾ അത് കറക്റ്റ്, ഈ സൈലന്റ് ഷോട്ട്സ് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ടാസ്ക്. ബാക്കി ഫൈറ്റൊക്കെ അവൻ ചെയ്തോളൂന്ന് എനിക്കറിയാം. അല്ല, ഞാൻ ഇതിപ്പം മുൻപ് സിനിമയിൽ പരിചയമില്ലാത്ത ഒരാളാണല്ലോ. സിനിമ കണ്ടിപ്പോൾ നമ്മളിപ്പം പ്രണവിനെ സംബന്ധിച്ചിടത്തോളം പ്രണവിനോട് സംസാരിക്കുമ്പോഴും പ്രണവിന്റെ ഒരു ഫിലിമോഗ്രഫിയിൽ നിന്ന് 1-2 പടങ്ങളുടെ ഇതെടുക്കാം എന്നതാണ്. ഇത് ശരിക്കും ഇത് നിവിനെ അഭിനയിപ്പിച്ചതുപോലൊരു തുടക്കമാണല്ലോ നോബിളിന്റെ കാര്യത്തിലുള്ളത്. പക്ഷെ നോബിളിന്റെ കാര്യത്തിൽ വിനീതിന് ഏറ്റവും പേഴ്സണലി ഏറ്റവും അടുത്തറിയാവുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണല്ലോ. അത് പെർഫോം എന്നുള്ള രീതിയിൽ ഭയങ്കര സൗകര്യമായിട്ട് മാറുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കമ്മ്യൂണിക്കേഷൻ അല്ലേ മനുഷ്യേട്ടാ. ഞാൻ പല ആക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ഞാൻ പല സ്ഥലത്തേക്കും പോവാത്തത് കമ്മ്യൂണിക്കേഷൻ ശരിയാവുമോ നമ്മളും അവരും തമ്മിലുള്ളതെന്ന് ആലോചിച്ചിട്ടാ. എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാലോ. നോബിൾ ശരിക്കും കോളേജ് കാലം മുതലുള്ള സുഹൃത്തല്ലേ? അതെ അതെ, 2002 23 കൊല്ലമായിട്ട്. നോബിൾ കൊച്ചിയിൽ നിന്നും വിനീത് കണ്ണൂരിൽ നിന്നും പോയി ഞങ്ങൾ ചെന്നൈയിൽ മീറ്റ് ചെയ്ത്. സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഒരേ ആഗ്രഹങ്ങളായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? നോബിളിന്റെ ആഗ്രഹത്തിൽ സിനിമ നേരത്തെ ഉണ്ടോ? നോബിളിന്റെ ആഗ്രഹത്തിൽ സിനിമ എല്ലാ സമയത്തും ഉണ്ട്. ഞാനത് ഒട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എനിക്ക് അടുപ്പമുള്ള ആളുകളെ ഞാൻ ഒരിക്കലും സിനിമ പ്രോത്സാഹിപ്പിക്കാറില്ല. അവനും കൂടെ വന്ന് കഷ്ടപ്പെടണമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ തട്ടത്തിൻ മറയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മിക്സിന്റെ സമയത്ത് നോബിള് ഫുൾ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിട്ട് 4 frames ഇറങ്ങിയിട്ട് എടാ ഇതുപോലൊരു സംഗതിയുടെ ഒക്കെ പാർട്ടായിട്ട് നിൽക്കണോടാ എനിക്കെന്ന് പറഞ്ഞു. അങ്ങനെ തിര നോബിള് അടുത്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്താലോ എന്നിങ്ങനെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു മനോജ് മേനോൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛനാണ് എൻ്റെ അടുത്ത് മനോജേട്ടനുമായിട്ട് നീ
തിര ചെയ്, ഉം. അപ്പോൾ നോബിളിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ടുള്ളത് ഉം. ചെയ്യുന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് മനോജേട്ടൻ തിരയുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. പിന്നെ നോബിള് ജേക്കബ് ചെയ്തു. ചെയ്യുന്നു. അങ്ങനെ ആ സമയം തൊട്ട് സിനിമയുടെ മലർവാടിയുടെ ഡബിൾ പോസിറ്റീവ് ഒക്കെ ഞാൻ കാണുന്നത് നോബിളിൻ്റെ വീട്ടിലിരുന്നിട്ടാണ്. അപ്പം ആ സമയം തൊട്ട് സിനിമ നമ്മുടെ ഇടയിൽ ഡിസ്കഷൻ ഉണ്ട്. ഈ തിയേറ്ററിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് വിനീതിന് തന്നെ പറയാണ്, ഇത് നിങ്ങൾ മുമ്പ് കണ്ട വിനീത് ശ്രീനിവാസൻ പടം ആയിട്ട് കണ്ടുവരരുത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. ഒരു ഡയറക്ടർ അയാൾ അതുവരെയുള്ള ഫിലിമോഗ്രഫിയിൽ നിന്ന് മാറി ചെയ്തൊരു സിനിമയാണ് എന്നുള്ളത്. അത് ഞാൻ ആ ഒരു അത് റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. അതൊരു നിങ്ങൾക്ക് ഫ്രഷ് ആയ വേറെ സാധനം. ഇപ്പൊ ഒരു ട്രെയിലറിലേക്കും അല്ലെങ്കിൽ വിനീതിന്റെ ഒരു പടം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ട്രെയിലറിനെക്കാളും പാട്ടുകളിലൂടെയാണ് ഞാൻ വിനീതിന് ഒരു പക്ഷേ പ്രീ റിലീസ് വിളിക്കാറുള്ളത്. ഇപ്പം മലർവാടിയും തട്ടത്തിനൊക്കെ പാട്ട് കേട്ടിട്ടാണ് വിളിക്കാറുള്ളത്. വിനീത് ലൂപ്പിലാണ്, പാട്ട് ഭയങ്കര രസമാണ് പാട്ടിന്. ഇപ്പൊ ഇതിൽ പാട്ടിനേക്കാളും ഈ പറഞ്ഞ പാട്ടിറക്കാതെ സിനിമയിലെ ട്രെയിലറിലൂടെ അല്ലെങ്കിൽ ട്രെയിലറിലൂടെ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യാന്നുണ്ട്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? വിനീത് തന്നെ മാറി, വിനീത് തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് ബ്രേക്ക് ചെയ്താണല്ലോ അത് ചെയ്യുന്നത്. ഫസ്റ്റ് പടം ചെയ്യുന്ന പോലെയാണ് മനുഷ്യന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പടം ചെയ്യുന്ന പോലെയാണ്. പല കാര്യങ്ങളിലും നമുക്ക് ആദ്യത്തെ സിനിമ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും ഇത് കറക്റ്റായിട്ട് ആൾക്കാർക്ക് കിട്ടുമോ എന്ന് പറയുന്ന ഒരു സംശയം ഉണ്ടാവുമല്ലോ. ആ സംശയം ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഏറ്റവും കൂടുതൽ മറ്റ് സിനിമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിക്കലി അത് വർക്കാവും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വേറൊരു മൈൻഡ് സെറ്റാണ് ശരിക്കും. ഇത് ആൾക്കാർക്ക് കറക്റ്റായിട്ട് കിട്ടുമായിരിക്കുമോ, ഈ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പം ഒരു സാധനം ഇതിനൊരു ചിരി കിട്ടും, ഇതിനൊരു മേ ബി ഇതിനൊരു കയ്യടി ഉണ്ടാവും, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. അത് അങ്ങനെ തിയേറ്ററിക്കലി ആ ജഡ്ജ്മെന്റ് ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ എനിക്ക് തിരയൊഴിച്ച് ബാക്കി സിനിമകളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. മലർവാടിയുടെ കേസിൽ എനിക്ക് ആ ജഡ്ജ്മെന്റ് ഇല്ലായിരുന്നു. കാരണം മലർവാടി ഫസ്റ്റ് പടമായിരുന്നു. എങ്ങനെ റിസീവ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല, നമുക്കൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതുപോലൊരു സിനാരിയോയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ബാക്കി ആക്ടേഴ്സിന്റെ കാര്യത്തിലും വിനീതിന്റെ പടത്തിൽ നിന്ന് കൂടുതലായിട്ട് വിനീത് കണ്ട ആളുകളല്ല. അങ്ങനെ കൂടി എക്സ്പീരിയൻസ് വിനീത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വിനീതിന് കൺവീനിയന്റ് ആയിട്ടുള്ള, വിനീതിന് അടുപ്പമുള്ള, നേരത്തെ പറഞ്ഞ വേറൊരു കംഫർട്ട് ലെവലിൽ ആക്ടേഴ്സ് വരുമ്പം കമ്മ്യൂണിക്കേഷൻ, ബ്രീഫ് ചെയ്യാൻ, അവരെന്ത് ഡെലിവർ ചെയ്യുന്നറിയാം. ഇതിൽ കുറച്ചുകൂടി ഒരു അൺഎക്സ്പെക്ടഡ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവുമല്ലോ. നമ്മൾ ബ്രീഫ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ പെർഫോം ചെയ്യുമ്പോൾ വേറെ രീതിയിലായിരിക്കും, ഇംപ്രൂവൈസ് ചെയ്ത് വേറെ വരും. ഇതിന്റെ ഒരു ഷൂട്ട് എക്സ്പീരിയൻസ് ആ നിലയ്ക്ക് എങ്ങനെയായിരുന്നു? കാരണം ഞാൻ വേറൊരു ടെറൈനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇപ്പൊ ഇതൊക്കെ ജേക്കബൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറച്ചുകൂടി അറിയാവുന്ന, കണക്റ്റഡ് ആവുന്ന ഏരിയ തന്നെയാണല്ലോ. ഇത് ടെറൈൻ വൈസ് നിങ്ങൾ വേറെ തന്നെ സ്ഥലത്താണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഷിംലയിലാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഷിംല, ചെയിൽ, അങ്ങനെ നോർത്തിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷൂട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. ഈ ജോർജിയയിലെ ഷൂട്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അത് ഓരോ ദിവസവും ഭയങ്കര ടാസ്ക്കായിരുന്നു ശരിക്ക്. അത് എക്സിക്യൂട്ട് ചെയ്യാനും, പിന്നെ നമ്മുടെ വർക്ക് കൾച്ചറിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ ആൾക്കാരല്ല അവർ. 12 മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ. അവിടുത്തെ ഒരു ക്രൂ ആയിട്ട് എന്താ പറയുക, അറ്റാച്ച് ചെയ്തിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അവരാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു വർക്ക് ഫ്ലോയിലേക്ക് നമ്മൾ വരണം. പിന്നെ ക്ലൈമറ്റ്, ഓരോ ദിവസവും ഓരോ ക്ലൈമറ്റാണ്. രാവിലത്തെ ക്ലൈമറ്റ് ആയിരിക്കില്ല ഉച്ചയ്ക്ക് ശേഷം, അങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവും. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ക്ലൈമറ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇത്രയും ദിവസം നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം എൻ്റെ അടുത്തോട്ടാണല്ലോ വരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ക്ഷമയുള്ള ആള് ഞാൻ. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു ശരിക്കും. ഞാൻ എൻജോയ് ചെയ്യാതെ ഷൂട്ട് ചെയ്ത ഒരുപാട് പോർഷൻസ് ഉള്ള രണ്ടാമത്തെ സിനിമയായിരിക്കും ഇത്. മലർവാടി ഇതുപോലെ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരമായിരിക്കും. ബാക്കി എല്ലാ സിനിമയും ഞാൻ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത സിനിമകളാണ്. ഇതെനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഇപ്പം ഈ പടത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും മ്യൂസിക്, അതായത് അത് BG മാത്രമല്ല, പാട്ടുകൾക്ക് ഭയങ്കര റോളുണ്ട് സ്റ്റോറി ടെല്ലിങ്ങിൽ വിനീതിന്റെ. ചിലപ്പോൾ സിനിമ എലവേറ്റ് ചെയ്യുന്നതിൽ, അതിന്റെ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആർക്കിന്റെ കാര്യത്തിൽ പാട്ടിന് ഭയങ്കര റോളുള്ള സിനാരിയോ ആണ്. കരത്തിന്റെ കാര്യത്തിൽ ഷാൻ കൂടി ഉണ്ട്.
അതെ. നിങ്ങളുടെ ഒരു റീയൂണിയൻ വരുന്ന സിനാരിയോ ഉണ്ട്. അതിലെന്താ പാട്ടിന്റെ കാര്യത്തില് ഷാൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ ശ്വാസം വിട്ടത്. ഷാൻ്റെ അടുത്ത് എത്തുന്ന വരെ ഞാനൊരു യുദ്ധത്തിന് പോയി വന്ന പോലെയായിരുന്നു മനുഷ്യട്ടാ. ഷാൻ്റെ അടുത്ത് എത്തി ഞങ്ങള്, അപ്പൊ ഷാൻ കാനഡയിൽ ഷാനൊരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. സ്റ്റേജ് ഷോ കഴിഞ്ഞിട്ട് അവൻ നേരെ ചെന്നൈയിലോട്ട് വന്നു. ചെന്നൈയിലേക്ക് വന്ന് ഞങ്ങള്, അപ്പൊ ഞാൻ പടം എഡിറ്റ് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാനൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞാനൊരു ലാപ്ടോപ്പും HDMI കേബിളും ഇട്ട് പോയിട്ട് ആ ഹോട്ടലിലെ സ്ക്രീനിൽ ഈ സാധനം കണക്ട് ചെയ്ത് പടം കാണിച്ചു കൊടുത്തു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷാൻ ഇങ്ങനെ വാ കൊണ്ട് ഇങ്ങനെ റിതം ബേസ് ഒക്കെ ചെയ്യുമല്ലോ. ഇപ്പുറത്തുനിന്ന് ഷാൻ റിതമാണ് ഇത് ജാം ചെയ്യുന്നെങ്കിൽ ഞാൻ ഇപ്പുറത്തുനിന്ന് ബേസ്, അങ്ങനെ ഞങ്ങൾ ജാം ചെയ്ത് ഫുൾ വോയിസ് നോട്ട്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് കയറുന്നത്. ഫുൾ പടം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വോയിസ് നോട്ടായിട്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അത് ടെമ്പോ ഫസ്റ്റ് ഫിക്സ് ചെയ്യും. ടെമ്പോ ഫിക്സ് ചെയ്ത് ഏത് ടൈം സിഗ്നേച്ചർ എന്നുള്ളത് ഫിക്സ് ചെയ്യും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ജാം ചെയ്യും. ഡയലോഗ് മാത്രമല്ല, റൈറ്റിംഗ് മാത്രമല്ല, വോയിസ് നോട്ട് അല്ലേ ഇതും നിങ്ങളുടെ? അത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഒരു ഫുൾ പടത്തിന്. അതിന് മുമ്പൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഷാൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ റിലാക്സ്ഡ് ആവുന്നത്. ഈ പടത്തിന് ആദ്യമായിട്ട് ഫുൾ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പ്രോഗ്രാമിങ് തുടങ്ങുന്നത്. എല്ലാം റിവേഴ്സ് ആയിട്ടാണ് ചെയ്തത്. അതായത് ഞങ്ങൾക്ക് അറിയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം ലൈവ് ഇൻസ്ട്രുമെന്റ്സ് എടുത്തു, എന്നിട്ട് ആ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോയി സെഷനിൽ ഡംപ് ചെയ്തിട്ടാണ് അതിന്റെ മുകളിലാണ് പ്രോഗ്രാമിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ ലൈവ് എടുക്കാൻ പോകുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ സെഷൻ എവിടെ? ഞങ്ങളുടെ കയ്യിൽ സെഷൻ ഇല്ല, ഞങ്ങൾ കൈയും വീശിയിട്ടാ പോകുന്നത്. അപ്പൊ അന്ന് അവര് വായിച്ച് ഇൻസ്ട്രുമെന്റ് പ്ലേയേഴ്സ് വായിക്കുമല്ലോ, ആ സാധനമായിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആ സെഷനിൽ എന്തെങ്കിലും കിട്ടുന്നത്. അപ്പൊ ആ പ്രോസസ്സ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. റിവേഴ്സ് ഓർഡറിൽ വർക്ക് ചെയ്യുന്നൊരു പരിപാടി ആദ്യമായിട്ടാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഒരു പുതിയ ഒരു പരീക്ഷണമാണല്ലോ, അത് വർക്ക് ആവുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഷാനാണല്ലോ, അത് വർക്ക് ആവും. നിങ്ങളുടെ ഒരു എക്സ്ചേഞ്ച് എന്തായാലും ഉണ്ടാവില്ല. കമ്പോസിങ്ങിന് മുമ്പ് ഷാന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാനും 2 പടം കഴിഞ്ഞിട്ടല്ലേ അവൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ ഞാനൊരു 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിന്റെ കൂടെ സ്റ്റുഡിയോ കയറാൻ പോകുന്നത്, എന്താവും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പാട്ടും കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തു വന്നത്. ആ കംഫർട്ട് ഉണ്ട് മനീഷേട്ടാ. അവൻ വേറെ ആർക്കും കൊടുക്കാത്ത അവൻ എനിക്ക് തരും. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ഒരു ഹെക്ടിക് ഏരിയകളിലൊന്നായ ഒരു പോസ്റ്റിന്റെ എല്ലാം കഴിഞ്ഞ് ഇപ്പം പല സിനിമകളും എനിക്കൊന്ന് തലേദിവസവും പിറ്റേദിവസമൊക്കെ അതിന്റെ പടം ഇറങ്ങിക്കഴിഞ്ഞാലും കുറെ ബാക്കിയുണ്ടെന്നൊക്കെ പറയുന്ന സമ്മർദ്ദങ്ങൾ നമ്മളെല്ലാം പല ഫിലിം മേക്കേഴ്സിനും കാണാറുണ്ട്. ഒരു തരത്തിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇനിയിപ്പം ഇത് ലോഡ് ചെയ്താൽ മതി എന്നുള്ള, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് എത്തിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് റിലാക്സ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു മൂഡ് എന്താ വിനീതിന്റെ? കാരണം എന്താ വെച്ചാൽ ഞാൻ മറ്റേ സ്റ്റേജിലെ മൂഡൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര കൈവിട്ട് പെർഫോം ചെയ്യുന്ന പല സ്ഥലത്തും ട്രിവാൻഡ്രത്തും മറ്റ് സ്റ്റേജ് ഷോകളിൽ കാണുന്നുണ്ട്. എനിക്കൊന്ന് ഇതെല്ലാം ആ പോസ്റ്റിനിടയിൽ തന്നെ ആയിരിക്കില്ലേ? അതെന്റെ ഒരു ഭാഗ്യമാണ് മനീഷേട്ടാ. ബാക്കി ഡയറക്ടേഴ്സ് ഒക്കെ ഈ സ്ട്രെസ്സിനിടയിൽ അവരെന്ത് ചെയ്യും? എനിക്ക് സ്റ്റേജ് കയറി പാടാൻ അതൊരു ഭയങ്കര ലക്കല്ലേ. ഞാൻ മോണിക്കയുടെ റീലുണ്ടായിരുന്നു. എന്റെ ടെൻഷൻ റിലീസാണ് സ്റ്റേജിലാണ് നമ്മള് എല്ലാം മറക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അത് ജൂലൈയിൽ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും ഒക്കെ ജൂലൈ ലാസ്റ്റ് ആയപ്പോഴേക്കും കഴിഞ്ഞു. ഓഗസ്റ്റിൽ നമ്മുടെ CGI വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് കമ്പാരിറ്റീവ്ലി ഞാൻ ലാസ്റ്റ് മിനിറ്റത്തേക്ക് വർക്ക് വെക്കില്ല. ഞാൻ നേരത്തെ എല്ലാം ഫിനിഷ് ചെയ്ത് വെക്കും. എനിക്ക് അങ്ങനെ അവസാന നിമിഷത്തെ ഹസിൽ എനിക്ക് പറ്റില്ല. അപ്പം ഞാനത് നേരത്തെ തീർത്തിട്ട് പിന്നെ ആളുകളെ ഇങ്ങനെ കാണിച്ച് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് എന്തെങ്കിലും സ്കോർ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, പടം റീ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അങ്ങനത്തെ അവസാന നിമിഷം വരെ പടത്തിന്റെ മുകളിൽ വർക്ക് ചെയ്യാന്ന് പറയുന്ന സംഗതിയല്ല അത്. അതുകൊണ്ട് എനിക്ക് സ്റ്റേജ് ഷോനൊക്കെ സമയം ഉണ്ടായിരുന്നു. ഇനിയും എനിക്കൊന്ന് പ്രീ റിലീസ് 1-2 അല്ലേ ലോകയുടെ സക്സസ് നടക്കുള്ള സ്റ്റേജ് ഷോ? അതെ, അതെന്റെ പ്ലാനിൽ ഇല്ലായിരുന്ന കാര്യമാണ്. ഇത് ഒന്ന് ഈ സിനിമ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് നേരത്തെ റിലീസ് ചെയ്യണ്ടായിരുന്നു. കാരണം ഓണം പ്ലാൻ ഉണ്ടായിരുന്നോ? അല്ലല്ല, ഞങ്ങക്ക് വിഷു കഴിഞ്ഞ കൊല്ലം വിഷു ആയിരുന്നല്ലോ, ഒക്ടോബർ നവംബർ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അതായത് അപ്പോ നമുക്ക് വിസയുടെ പ്രശ്നം കാര്യം ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ
അവിടെ ഡേ അവേഴ്സ് കുറയുമല്ലോ. ഡിസംബറിലോട്ടൊക്കെ വരുമ്പോഴേക്കും ഡേ ലൈറ്റ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ പിന്നെ നമ്മൾ മാർച്ച് ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റിംഗ് ആയിരുന്നു ശരിക്ക്. അപ്പോൾ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം കമ്മിറ്റ് ചെയ്തതാ അയർലൻഡ്. അതെ. അപ്പൊ ക്യൂബ് ചെക്കിന് പോലും ഞാനില്ല. ഇപ്പൊ നാളെ ഒരു പ്രിവ്യൂ ഞങ്ങൾ എല്ലാരും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതില് പടം ഫൈനലായിട്ട് കണ്ടിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റും. ബാക്കി ആദ്യമായിട്ടാണ് ഒരു പടം ക്യൂബ് ലോഡ് ചെയ്യാണ്ട് ഡിജിറ്റൽ പ്രൊജക്ഷനിൽ ലോഡ് ചെയ്ത് കാണാണ്ട് ഞാൻ നാട് വിടുന്ന. ഈ പ്രൊഡക്ഷനിൽ ഇതിൽ വിനീത് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണല്ലോ ഗ്യാപ്പിന് ശേഷം. അതും ഈ പറഞ്ഞ ഒരു നിങ്ങളുടെ ഒരു ടീം റിയൂണിയൻ അതിന്റെ പാർട്ടായി വന്ന ഒരു ഡിസിഷൻ ആണോ? അത് ലൈഫിന്റെ ലോഗോ വീണ്ടും കാണുകയാണ്. അത് വേറൊന്നുമല്ല മനുഷ്യട്ടെ, ഈ പടത്തിന് ഭയങ്കര ഒരു ബഡ്ജറ്റ് വരും എന്നുള്ളത് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഒറ്റയ്ക്ക് വിശാഖ് അത്രയും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന്റെ പ്രൊഡക്ഷനിലേക്ക് വന്നത്. ഞാൻ മറ്റേ ഇൻവെസ്റ്റേഴ്സിനെ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഇരുന്ന ഒരു സിനാരിയോ അല്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ എന്താ പറയാ സമ്പാദ്യത്തിന്റെ നല്ലൊരു ശതമാനം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബേർഡൻ വിശാഖമായിട്ട് ഷെയർ ചെയ്യാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. പിന്നെ അവനും തോന്നുമല്ലോ, ഓക്കെ വിനീത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ വിനീതിന് കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് അവന് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇത് കൂടാണ്ട് വിശാഖിന്റെ 2 ഫ്രണ്ട്സ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. ഈ ഫൈനാൻസേഴ്സിന്റെ പൈസ ഇല്ല, മൊത്തം കൂട്ടുകാരുമാണ്. നോബിള് വിശാഖ നിങ്ങളുടെ ഒരു റീയൂണിയൻ ആയിട്ട് മാറുന്ന ഒരു സിനിമയാണ്. അതെ അതെ. ഈ പലിശ പൈസ ഇല്ല പടത്തില്. റിസ്ക് എടുത്താൽ നിങ്ങളുടെ റിസ്ക് ആണ്. അത്രേ ഉള്ളൂ. പോയെല്ലാം പോകും, കിട്ടിയാ കിട്ടും. ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ പറഞ്ഞിപ്പം ഹൃദയം വർഷങ്ങൾക്ക് ഷോ നോക്കി അറിയാം, അത് ഗ്രാൻഡ് സക്സസ് ആണ്. തിയേറ്ററിക്കൽ മാത്രമല്ല, അതിൻ്റെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ടെലിവൈസ് റിലീസ്. എനിക്ക് തോന്നുന്നത് ഒരു പടം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് ടെലിവിഷനിലും അതേ സക്സസ് ഉണ്ടാക്കുക എന്നുള്ളത് റെയർ സിനാരിയോ ആണ്. ആ രണ്ട് സിനിമകളുടെ കാര്യത്തിൽ അങ്ങനെ കൂടിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ട്രോൾസ് സാധനം ഇപ്പം എനിക്കൊന്ന് ഈ 2 പടേ ഉള്ളൂ ചെന്നൈ ട്രോള് വരാനുള്ള റീസൺ. പക്ഷെ നമ്മൾ വിനീതിന്റെ എല്ലാ പടത്തിലും ഒരു ചെന്നൈ ഫാക്ടർ ഉണ്ട് എന്നുള്ള പോലെ ഞാൻ പറഞ്ഞത് എല്ലാവരും വിനീതിനെ കണക്ട് ചെയ്യുന്ന സാധനം. ഏതെങ്കിലും തരത്തിൽ വിനീത് അത് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന റീസെന്റ് ട്രോൾസ് അതൊക്കെ വിട്ടിട്ട് എന്നാൽ പിന്നെ മൊത്തം വേറൊരു തരത്തിൽ ഒന്ന് പിടിച്ചു നോക്കാം എന്നുള്ള സാധനം, അതൊക്കെ എങ്ങനെയും തരത്തിൽ അത് ക്രിറ്റിസമായിട്ടോ ട്രോളായിട്ടോ അത് അഫക്റ്റഡ് ആയിട്ടുണ്ടോ ഇതിൽ? കാരണം വിനീതിന്റെ ഏറ്റവും പേഴ്സണൽ സർക്കിൾ ഇത്തവണ വിനീത് ചെന്നൈക്കല്ല, നമ്മുടെ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ പോലും രാകേഷ് അടക്കം എന്ന് പറയുന്ന സിനാരി ഉണ്ടായിരുന്നല്ലോ. അതെ, അത് നമ്മുടെ കൂട്ടുകാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. പുറത്തുനിന്നല്ല, വീട്ടിനകത്ത് കുടുംബത്തിനെ അറിയാലോ. അപ്പൊ ഇതില് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിന് 1 ഇയർ മുമ്പേ ഇതിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങനെ അങ്ങ് വന്നു. അപ്പൊ ആൾക്കാര് ട്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം കറക്റ്റ് ആണ്, ഈ സിനിമ ചെയ്യാൻ ഇത് കറക്റ്റ് ആണ്. അതായത് അടിച്ച് പൾപ്പാക്കിയ അവസ്ഥയിലാണ് പുതിയ സാധനമായിട്ട് വരുന്നത്. അപ്പൊ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു ആ രീതിയിൽ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോ ഇതിലൊരു തമിഴ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ എഴുതിയല്ലോ, അത് നോവൽ എഴുതിയത് ഞാൻ എന്ത് ചെയ്യാൻ മനുഷ്യൻ. അപ്പൊ അങ്ങനെ ജോമോൻ രണ്ടുപേർക്കും ചെന്നൈക്കാലം ഉണ്ടല്ലോ. അപ്പൊ ജോമോൻ ഇത് സ്ക്രിപ്റ്റ് കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എടോ ആ തമിഴ് ക്യാരക്ടർ ഒന്ന് മാറ്റിക്കോ എന്ന് പറഞ്ഞു. അത് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആയിക്കോ, തൻ്റെ ഇതില് ഒന്നും കേൾപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ ക്യാരക്ടറിനെ മലയാളിയാക്കി നമ്മൾ ഫുൾ സാധനം മലയാളത്തിൽ എഴുതി ബാബുരാജ് ചേട്ടനാണ് ഇപ്പൊ ആ ക്യാരക്ടർ ചെയ്യുന്നത്. അല്ല, ഇതിന്റെ ഒരു മറ്റ് ആക്ടേഴ്സ് ഉണ്ടല്ലോ, നോബിളിനൊപ്പമുള്ള ആക്ടേഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇപ്പം ജോണി ആന്റണി ഉണ്ട്, ബാബുരാജ് ഉണ്ട്, അങ്ങനെ ഓരോ ആക്ടേഴ്സിന്റെ ഒരു സെലക്ഷൻ ഇതെന്തായിരുന്നു? അതും ഞാൻ പറഞ്ഞ ഇപ്പം വിനീതിന്റെ ഓരോ പടത്തിൽ വരുമ്പോഴും എപ്പോഴും വിനീതിന്റെ പടത്തിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ആളുകളുണ്ട്. അതിൽ നിന്നും ഒരു മാറി പോയത് എങ്ങനെയാണ്? ക്യാരക്ടേഴ്സിന് പറ്റുന്ന ആക്ടേഴ്സിലേക്ക് പോവുക എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അത് ഡെലിബറേറ്റ് ആയിരുന്നു ശരിക്കും. നമ്മുടെ സ്ഥിരം കാസ്റ്റിംഗ് ഉണ്ടാവാൻ പാടില്ല. മനോജേട്ടൻ മാത്രം എനിക്ക് മനോജേട്ടൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മനോജേട്ടനും നോബിളും തമ്മിൽ റിസംബ്ലൻസ്. അപ്പൊ അത് മനോജേട്ടൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ ചെന്ന് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോണി ചേട്ടൻ പോലും ആദ്യം വേറെ ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ അത് അവൈലബിൾ ആവാണ്ടിരുന്നപ്പോഴാണ്, ഞാൻ വർക്ക് ചെയ്യാത്ത ആക്ടേഴ്സ് തന്നെയായിരുന്നു കാസ്റ്റ് ചെയ്തത്. അവൈലബിൾ ആവാണ്ടിരുന്നപ്പോൾ ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ചെന്ന് ജോണി ചേട്ടാ ഇതൊന്നും ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ജോണി ചേട്ടൻ ഇതിൻ്റെ അകത്തേക്ക് വന്നതാണ്. ബാക്കി
എല്ലാം ഷാജുൻ ചേട്ടനുമായിട്ട് ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. ബാബുരാജ് ചേട്ടനുമായിട്ട് ഫസ്റ്റ് ടൈമാണ്. ജോജി എൻ്റെ പടത്തിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. പിന്നെ വിനീത് ചാക്യാർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയ കൊളാബറേഷൻസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് ലോക മലയാളത്തിലെ ഏറ്റവും വലിയൊരു സക്സസ് സിനാരിയിലേക്ക് പോവാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് സക്സസ് എന്ന് പറയില്ലേ ആളുകൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടത്തിന് പിടികൊടുക്കാതിരിക്കുന്ന തരത്തിൽ സക്സസ്, നമ്മൾ മോസ്റ്റ് വെയിറ്റിംഗ് പടം ഇതാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറുന്നതിന് വ്യത്യാസപ്പെട്ടിട്ട് ഒരു തിയേറ്റർ സക്സസിന്റെ ഒരു ഡിസൈൻ തന്നെ വേറെ രീതിയിൽ മാറുന്നു. ഇപ്പം തൊട്ട് മുന്നത്തെ പടത്തിന് നേരത്തെ ആണെങ്കിൽ ഒരു പാട്ടിനൊരു ട്രെൻഡ് ഉണ്ടാവും, ഇതുപോലെ അടുത്ത പാട്ടിറക്കാം, ഇതേ മ്യൂസിക് ഡയറക്ടർ റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്നത് ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ട് ഇപ്പം എല്ലാവരും പുതിയ ഒന്ന് പരീക്ഷിച്ച് സക്സസ് ഉണ്ടാക്കുകയാണ്. അതായത് തൊട്ട് മുന്നത്തെ ഒരു 100 കോടി പടം 200 കോടി പടം പോലെ ആയിരിക്കില്ല അടുത്ത ഹ്യൂജ് സക്സസ് വരുന്നത്. മലയാളം ആ കാര്യത്തിൽ ഭയങ്കര യുണീക്ക് ആവുന്നുണ്ട്. ഇപ്പം ഇത് വേറെ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഉണ്ടാവല്ലോ വിനീത്. വിനീത് ചെന്നൈയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഈ കേരളത്തിൽ ഇപ്പം മലയാളത്തിൽ ഈ പറയുന്ന ഒരു സക്സസ്, അതിൻ്റെ ഒരു ഗ്ലോറി, അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തോന്നിയ, നമ്മൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്ന 2 സിനിമകളുടെ സക്സസ് ആയിരുന്നു. ഒന്ന് ഓഫീസർ, ഒന്ന് ലോക. ഓഫീസർ കണ്ടിട്ട് നോബിള് വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചടാ, എടാ ഇത് തിയേറ്ററിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മളൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിനിമയായിട്ട് സിമിലർ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇതുപോലൊരു സിനിമ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസ് വരുമല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ട് കിട്ടിയ 2 സിനിമകളായിരുന്നു. ഒന്ന് ഓഫീസറും പിന്നെ ലോക ഞാൻ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കണ്ട്, ഞാൻ അതിലെ എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത സിനിമയാണ്. അതാണ് ശരിക്ക് നടക്കേണ്ടത്. എല്ലാവരും ഒരുപോലത്തെ സിനിമകൾ ചെയ്തിട്ട് കാര്യമില്ല. പല രീതിയിലുള്ള സിനിമകൾ വരെയും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് നമുക്കിപ്പോ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ തിരയൊന്നും ചെയ്യുന്ന സമയത്ത് സിനാരിയോ അതല്ല, തിരയുടെ ഓഡിയൻസ് ഒക്കെ പിന്നീടാണ് അവര്. അത് മാത്രമല്ല, നേരത്തെ എനിക്ക് എല്ലാവർക്കും ഇപ്പൊ തിയേറ്റർ ഓണേഴ്സ് എല്ലാവരും ഫാമിലിക്ക് ഉള്ളൊരു പടമാണ്. ഫാമിലി ഇപ്പൊ എനിക്ക് ഓഫീസർ വന്ന സമയത്ത് ഫാമിലി കയറുക എന്നുള്ള കൺസേൺ അത് പൊളിച്ചു കളഞ്ഞു. ഫാമിലി ഏതാണ് ഇപ്പം ലോക വന്നപ്പോൾ അതെ, അത് മലയാളത്തിൽ എനിക്ക് മലയാളത്തിൽ അത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറി. ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കാണാൻ വേണ്ടി ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇനി അങ്ങോട്ട് ഇല്ലാന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരം സിനിമകൾക്കും ഓഡിയൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, പക്ഷെ ഇങ്ങനെയുള്ള സിനിമയ്ക്കും ആ ജോണറിന്ന് ഒട്ടും മാറാതെ കൊണ്ടുപോകുന്ന സിനിമയ്ക്കും വൈഡായിട്ട് ഓഡിയൻസ് വരുന്നുണ്ടല്ലോ. അതൊരു ഭയങ്കര വെൽക്കമിങ് ചേഞ്ച് ആണ്. മറ്റൊരു തരത്തിൽ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വിനീതിനെ സംബന്ധിച്ചുള്ള വിനീത് എടുക്കുന്ന ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പോലും വിനീതിനോട് ചോദിക്കാറുണ്ട്, ഇത്രയും ഗ്യാപ്പ് ഇല്ലാതെ സിനിമ ചെയ്യുന്നത് അടിപൊളിയായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നതാണ്. ഗ്യാപ്പില്ലല്ലോ എന്നുള്ളത് അത് ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. കാരണം വിനീതിന് കുറച്ചുകൂടി കംഫർട്ടുള്ള ഒരു ബ്രേക്ക് എടുത്ത് ചിലപ്പോൾ ഒരു പിന്നെ മ്യൂസിക് കോൺസേർട്ടൊക്കെ ആയിട്ട് കുറച്ച് പോകും, അതിനിടയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഫിലിംസ് ചെയ്യും. അത് വിനീതിൻ്റെതായ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് പോകും. വിനീതിൻ്റെതായ സമയവും താളവും ഋതവും ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടാണ് അത് ഡയറക്റ്റ് ചെയ്യുന്ന സംഗതിയാണെങ്കിലും പിന്നെ അഭിനയിക്കുന്നതാണെങ്കിലും. എനിക്കൊന്ന് പാട്ടാണ് കുറച്ചുകൂടി അങ്ങനെ ഒരു ഗ്യാപ്പിന് പ്രിഫർ ചെയ്യാതെ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. അത് മാറി എന്നുള്ളത് കരത്തിന്റെ ഒരു പോസിറ്റീവ് സിഗ്നലാണോ ഇനി അങ്ങോട്ടുള്ള പടങ്ങളുടെ കാര്യം? ഇല്ല, ഇതിപ്പോ നോബിൾ എഴുതിയ സ്ക്രീൻ പ്ലേ ഓൾറെഡി ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടന്നു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഈ സിനിമയിലേക്ക് വന്നതും ഒക്കെ ഇതിൻ്റെ ഒരു സ്പീഡ് കൂടിയതിൻ്റെ ഒരു ഫാക്ടറാണ്. ഞാൻ മാത്രമല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, എല്ലാവരും ഇൻഡിവിജ്വലി അവരവരുടെ സാധനം ഭയങ്കരമായിട്ട് നോക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡാണ് ഇതിന് വന്നത്. അടുത്ത കൊല്ലം എന്തായാലും ഇല്ല. ഇനിയൊരു ഞാൻ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് സ്റ്റേജ് ഷോസ് എല്ലാം കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൂർ ഉണ്ടല്ലോ, കാനഡ മറ്റത് മറിച്ചത് എല്ലാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതായത് ചെയ്യണ്ട, അടുത്ത കൊല്ലം ഡയറക്ഷൻ പടം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി മെല്ലെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ റീലൊക്കെ ഇപ്പോൾ ഉള്ള റീല് അല്ലെങ്കിൽ പഴയ ഇപ്പം കൈരളി അടക്കമുള്ള ആർക്കൈവൽ ഇന്റർവ്യൂ ഒക്കെ നമുക്ക് അറിയാം. പണ്ട് ഇപ്പം ഈ നമ്മുടെ മറ്റേ മ്യൂസിക് ഡയറക്ടർ അഫ്സലിന്റെ അവിടെ വിനീത് പാടുന്ന വീഡിയോ മുതൽ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് വേണ്ടി നോക്കി കഴിഞ്ഞാൽ വിനീതിൽ തന്നെ ഒരു പ്രോഗ്രഷനും വിനീതിൽ തന്നെ ഒരു മാറ്റമുണ്ട്. വിനീത് ഒരു സ്റ്റേജ് ഷോയിൽ ഒരു സമയത്ത് കുറച്ചുകൂടി ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഉൾവലിവുള്ള വിനീതിനെ കാണുമായിരുന്നു. എനിക്കൊന്ന് വിനീത് പക്ഷേ സ്കൂൾ സ്റ്റേജ് ഷോയൊക്കെയുള്ള
പക്ഷെ ഇപ്പൊ വിനീത് എന്ന് വെച്ചാൽ വിനീതിന് സ്റ്റേജ് തികയാത്ത വിധത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു അത്ര എനർജറ്റിക് ആയിട്ട് ഞാനൊരു 3-4 വീഡിയോ റീസെന്റ് കാണുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട്, അതായത് ഒരു ഓഡിയൻസ് ഇന്ററാക്ഷൻ ഒക്കെ ആയിട്ട് നേരത്തെ വിനീത് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. എന്നാൽ പോലും ഈ സ്റ്റേജ് ഷോസിൽ വേറൊരു തരത്തില് ഒരു ഭയങ്കര ഹൈ എനർജി, ഏറ്റവും എനർജി ഉള്ള വിനീതിനെ കാണാവുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പം എനിക്കൊന്ന് റീസെന്റ് കോൺസേർട്ട് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഷോസിൽ അങ്ങനെ ഒരു എനർജി ലെവൽ ഭയങ്കര രസമായിട്ടാണല്ലോ കാണുന്നത്. ഇത് ഒരു 10-15 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ് മനുഷ്യ. ഇൻസ്റ്റാഗ്രാം വന്നപ്പോഴാണ് ഇതൊക്കെ ആൾക്കാർ പല ആംഗിളിൽ നിന്നുള്ള വിഷയം. അതായത് ഞാനും ഷാനും ഒരു 2011 ഞങ്ങൾ ഒരു US ടൂർ ചെയ്തിരുന്നു. ഞങ്ങൾ 14 സ്റ്റേജ് ഒരു 40 ദിവസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും നമ്മുടെ ഒരു ആ 14 സ്റ്റേജ് 40 ഡേയ്സിന്റെ ഇടയിൽ ചെയ്യാന്ന് പറയണമെങ്കിൽ നമ്മൾ അത്രയും ട്രെയിൻഡ് ആണെങ്കിലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ US ടൂറാണ് ഏറ്റവും ടഫ്. കാരണം ലോങ് വീക്കിലാണെങ്കിൽ Thursday, Friday, Saturday, Sunday 4 ദിവസവും ഷോ ഉണ്ടാവും. അപ്പം എനിക്ക് ആ ഷോയിൽ പാട്ട് പാടണം, സ്കിറ്റ് ഉണ്ട്. ഞാനും ശ്വേത ചേച്ചി ഉണ്ടല്ലോ, ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് സ്കിറ്റ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിറ്റിൽ അഭിനയിക്കണം, പാട്ട് പാടണം, ഇത് പിന്നെ നമ്മുടെ സ്പീച്ച് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം അടങ്ങുന്ന ഒരു സ്റ്റേജാ ചെയ്യുന്നത്, ഒരു ക്യൂറേറ്റഡ് ഇവന്റ് പോലെ. അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ നാടകങ്ങളോ അങ്ങനെ ചെറുപ്പത്തിൽ ഒരു ബാലനാടകമൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റേജിൽ നമ്മൾ അങ്ങനെ ആ സ്റ്റേജ് പ്ലേ ഒന്നും ചെയ്തിട്ടില്ല. ആ 2011 ആ US കോൺസേർട്ടാണ് നമ്മുടെ ആ ഒരു സാധനം എല്ലാം പൊളിച്ച് കളഞ്ഞ ആ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്. ആ 14 സ്റ്റേജ്. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ഒരു സ്റ്റൈലിൽ കുറെ കൂടി ചേഞ്ച് വരും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് ഇപ്പം നരൻ വിനീതിന്റെ വേർഷൻസ് മോസ്റ്റ് ഡിമാൻഡഡ് അല്ലെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ പക്ഷെ അതിൽ തന്നെ ഞാൻ ചെന്നൈയിൽ കണ്ടൊരു വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീതിനെയും ക്രൗഡിനെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ബ്ലെൻഡായിട്ട് ഞാനെന്ന് ചോദിക്കുന്നത് വിനീത് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൊരു സിനാരി കണ്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് സമയത്ത് വേറൊരു എനർജിയാണ്. സ്റ്റേജ് ക്രൗഡിനനുസരിച്ചിട്ട് നമ്മൾ വേറൊരു തരത്തിലൊരു ഇംപ്രവൈസ്ഡ് വേർഷൻ വരുന്നു, വേറൊരു എനർജിയിലേക്ക്. ക്രൗഡ് നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ട് മനുഷ്യരുടെ. ഇപ്പൊ ഞാൻ ഈ സമയത്ത് പാടുമ്പോൾ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2003 തൊട്ട് ഞാൻ പാടുന്നുണ്ടല്ലോ. അപ്പൊ ഈ ജനറേഷൻസ് എല്ലാം നമ്മുടെ പാട്ടുകൾ ഏതെങ്കിലും അവരുടെ ലൈഫിൽ എന്താ പറയാ റിലേറ്റ് ചെയ്ത് അവർ ആ പാട്ടുകളുമായിട്ട് കണക്റ്റഡ് ആണ് അവര്. അതിപ്പോ എൻ്റെ കൽബിലെ ആയിക്കോട്ടെ, കരളെ ആയിക്കോട്ടെ, പല പാട്ടുകളുമായിട്ട് അവർക്ക് ഞാനുമായിട്ടുള്ള കണക്ഷൻ അല്ല, ആ പാട്ടുകളുമായിട്ടാണ് അവർക്ക് കണക്ഷൻ. അപ്പൊ നമ്മൾ പാടി തുടങ്ങിയാൽ തന്നെ അവരുടെ അടുത്തുനിന്ന് ഈ സോങ്സിന് കിട്ടുന്ന എനർജി ഭയങ്കരമാണ്. അതൊരു ഭയങ്കര ഫാക്ടർ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യുദ്ധം പോലെയായിരുന്നു ഈ സിനിമ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജ് കയറുന്ന സമയത്ത് ആ സ്റ്റേജ് ഷോന് എൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ 17 കൊല്ലമായിട്ട് എൻ്റെ സ്റ്റേജ് ഷോസ് മാനേജ് ചെയ്യുന്ന നൗഫൽ ഖാൻ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ആളാണ്. 17 കൊല്ലമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് സ്റ്റേജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബാൻഡ് ഉണ്ട്. ആ ബാൻഡ് മെമ്പേഴ്സ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യും. അതായത് ഞാനൊരു പടം ഫിനിഷ് ചെയ്തിട്ട് തിരിച്ച് സ്റ്റേജിൽ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ബാൻഡ് വെയിറ്റ് ചെയ്യും. അപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെലിബ്രേഷൻ പോലെയാ എല്ലാവർക്കും. ആ തിരിച്ച് സ്റ്റേജിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ഒരു റീയൂണിയൻ പോലെയാണ്. അപ്പൊ അതില് ഓഡിയൻസിന്റെ ഒരു സാധനവും കൂടെ കിട്ടുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. അതിന് നമുക്ക് തന്നെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. അത് ഇത് ഈ പറഞ്ഞിട്ടുണ്ട് പല കാലത്ത് ഇപ്പം ഈ പറയുന്ന പാട്ടുകൾ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്തവരുണ്ടാവും. അത് പുതിയതായിട്ട് ആ ഒരു ആഴ്ചയിൽ കേട്ടവർ പോലും ഈ വിനീതിന്റെ പാട്ടാണല്ലോ. എല്ലാവർക്കും അവരവരുടേതായ ഒരു പേഴ്സണൽ മെമ്മറിയിലായിരിക്കുമല്ലോ ഈ പാട്ടുകൾ കേൾക്കുന്നല്ലേ ചുറ്റിരിക്കുന്നത്. അതും ശരിക്കും ജനറേഷൻസ് മാറുന്നത് നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. അവരുടെ ഇപ്പം പെട്ടർ ആപ്പ് എന്ന് പറഞ്ഞ പാട്ട് ഞാനിപ്പോൾ പാടുമ്പോൾ ഇപ്പൊ ഫ്രണ്ടിലുള്ള പിള്ളേർക്ക് ആർക്കും ലിറിക്സ് അറിഞ്ഞൂടാ. അവർക്ക് പെട്ടർ റാപ്പ് മാത്രമേ അറിഞ്ഞൂടൂ. പക്ഷെ നമ്മൾ ഇതൊരു 8 കൊല്ലം മുമ്പ് പാടുന്ന സമയത്ത് ആ ഫുൾ റാപ്പ് ആൾക്കാർ കൂടെ പാടും. അപ്പോൾ ശരിക്കും ആ ഷിഫ്റ്റ് നമുക്ക് അറിയാൻ പറ്റും പല കാര്യത്തിലും. ഈ ആൾക്കാരുടെ ഒരു ക്ഷമ കുറയുന്നത് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഷോസും അതിനനുസരിച്ച് ടൈറ്റ് ആയി തുടങ്ങി. ഒരു സോങ്ങിന്ന് മറ്റേ സോങ്ങിലേക്കുള്ള ഇൻ ബിറ്റ്വീൻ ടൈം ഉണ്ടല്ലോ, അതിപ്പോ വളരെ കുറവാ. 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്ത ഷോ ഇപ്പൊ 2.5 മണിക്കൂർ കൊണ്ട് തീരുന്നുണ്ട്. നമ്മൾ അത്രയും തന്നെ പാട്ടുകൾ പാടുന്നുണ്ട്, പക്ഷെ 1/2 മണിക്കൂർ കുറഞ്ഞു. കാരണം അത്രയും കൂടെ പാക്ക് ചെയ്തു. ഓരോ സോങ്ങിന്റെയും ടെമ്പോ കുറച്ചും കൂടെ കൂട്ടി. അപ്പൊ ആളുകളുടെ ഒരു ടോളറൻസ് ലെവൽ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്പീഡും
മാറുന്നുണ്ട്. ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ കുറച്ചുകൂടി കണക്റ്റഡ് ആയാലും റീൽസിലൊക്കെ ആളുകൾ ആയതുകൊണ്ട് ഇപ്പൊ ഷോ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവര് ബ്രേക്ക് ചെയ്ത് പുരസ്കാരമൊക്കെ തരാൻ തുടങ്ങുമല്ലോ. അപ്പൊ ആൾക്കാർ ചായ കുടിക്കാൻ പുറത്തു പോകും. പിന്നെ അവരുടെ സൗകര്യത്തിന് തിരിച്ചു വരുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഇവന്റ് നടത്തുന്ന ആൾക്കാരോട് പറയും, ദയവ് ചെയ്ത് തീരുന്നവരെ വേറെ പരിപാടി വെക്കരുത് എന്ന് പറയും. അപ്പോ പണ്ടാണെങ്കിൽ ഇത് കുഴപ്പമില്ല, ആൾക്കാർ അവിടെ ഇരിക്കും. അപ്പോ പണ്ട് പയ്യന്നൂരൊക്കെ ഷോ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് മനീഷേട്ടാ, ഒരു സൈഡില് ആമ്പിള്ളേര് മൊത്തം ഡാൻസ് ചെയ്യായിരിക്കും, മറ്റേ സൈഡില് സ്ത്രീകൾ മൊത്തം ഇരിക്കുകയായിരിക്കും. ഇങ്ങനെ ഉണ്ടാവും. ഈ തട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഈ തുള്ളലും ഉണ്ടാവും, ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ അതും ഫ്രണ്ടില് മൊത്തം ഇപ്പൊ പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാളും ഇപ്പൊ ഡാൻസ് ചെയ്യുന്നത്. ആൺകുട്ടികളൊക്കെ പുറകിൽ എവിടെയെങ്കിലും ഉണ്ടാവും, അവന്മാരിങ്ങനെ വൈബ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും ഷോസ് കണ്ട് കൂടെ വരുമോ? ചെന്നൈയിലുള്ളപ്പോ വരും. അപ്പൊ UK സമയത്ത് എന്റെ മോൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു പാട്ടിന് വന്നിട്ട് ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. അവര് കുറച്ചുകൂടി ഇതിൽ റിലേറ്റഡ് ആവുന്ന ജനറേഷന്റെ. അപ്പൊ അവന് ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവക്കും ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞു, മോക്കും ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുടുക്ക് പാടുമ്പോ രണ്ടെണ്ണത്തിന് സ്റ്റേജിൽ അവർ രണ്ടുപേരും ഡാൻസ് ആണോ അവര് തുള്ളിക്കൊണ്ടിരുന്നു സ്റ്റേജിൽ. ഈ കരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ മലർവാടി മുതൽ കരം വരെയുള്ള ജേണിയിൽ ഈ സിനിമ ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പേഴ്സണൽ കണക്റ്റഡ് ആണ്. അതല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് കരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനുള്ള ഒരു കാര്യമായിട്ടുള്ളൊരു ശ്രമം നമ്മളെല്ലാവരും കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ, ആ രീതിയിലൊരു സംഗതി ആളുകൾക്ക് കിട്ടണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അത് ആൾക്കാർ വന്ന് കാണട്ടെ. അത് മാത്രമല്ല, വിനീതിന്റെ നായകന്മാരെന്ന് പറയുന്ന സമയത്ത് വിനീത് തന്നെ അവർ ആവർത്തിച്ചിട്ടുണ്ട്. അത് സക്സസിലേക്കുള്ള ഒരു ആവർത്തനമായിരുന്നു. ഇപ്പം നോബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നോബിൾ അങ്ങനെ ഒരു മലയാളത്തിൽ അങ്ങനെ ഒരു നായകൻ എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു പടമാണ്. ഞാൻ പറഞ്ഞത് നിവിനെ പോലെ ഒരു അതിഗംഭീര പെർഫോമർ ആക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എഗെയിൻ മലർവാടിക്ക് ശേഷം തട്ടത്തിലൂടെ വേറൊരു തരത്തിൽ പ്ലേസ് ചെയ്യപ്പെട്ട് ഇപ്പോഴും പ്രേമടക്കമുള്ള ഓരോ സിനിമകളും ഡിസ്കസ് ചെയ്യുമ്പം ഈ പറയുന്ന തട്ടത്തിൽ നിന്നാണ് നിവിൻ്റെ ആ ഒരു പ്ലേസ്മെന്റ് തുടങ്ങുന്നത്. ഈ അങ്ങനെ ഈ അടുത്തൊരു നോബലിന് അടുത്തൊരു നായക നിരയിലേക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ളൊരു കോൺഫിഡൻസ് കൂടി വിനീതിലേക്ക് എത്തുന്നുണ്ടോ? ഞാൻ ഇങ്ങനെയൊന്നും ആലോചിക്കാറില്ല മനുഷ്യൻ. ഞാൻ ആക്ച്വലി ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനേക്കാൾ എന്റെ കൂടെ വർക്ക് ചെയ്തതിനേക്കാളും ഞാൻ പുതിയ ആളുകളുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് പടം മലയാളത്തിൽ നായക താരങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അല്ല, എന്റെ ഫസ്റ്റ് പടം പുതിയ ആൾക്കാരുടെ കൂടെ തട്ടം ചെയ്യുമ്പോൾ നിവിനും അജുവും അവർ സ്റ്റിൽ അവര് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. തിരയില് ധ്യാൻ, പിന്നെ ജേക്കബാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത പടം. അതായത് പടം തീരുമ്പോൾ തന്നെ സാറ്റലൈറ്റ് പോകുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആവുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചൊരു സിനിമയായിരുന്നു. കാരണം നിവിൻ അന്ന് എന്താ പറയാ, അത്രയും നിവിൻ്റെ ഒരു പടം എന്ന് പറയുമ്പോൾ അത്രയും വെയിറ്റിംഗ് ഉള്ളൊരു സമയമാണല്ലോ. ആ രീതിയിലൊരു സംഗതി കിട്ടിയത് ജേക്കബിലായിരുന്നു. ഹൃദയം അഗൈൻ കുറേ പുതിയ ആൾക്കാർ അപ്പുണ്ട്, അത് കൂടാണ്ട് കുറേ പുതിയ ആൾക്കാർ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടം ചെയ്തൊരു ഫീല് സെറ്റിൽ തന്നെ എനിക്ക് നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സിനിമ അതായിരുന്നു. ബാക്കി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളാണെങ്കിലും ആനന്ദമാണെങ്കിലും ഹെലനാണെങ്കിലും കൂടുതൽ പുതിയ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അതുപോലെ ഒരു സംഗതി വീണ്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലൊരു പുതിയൊരു സംഗതിയായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഈ ചാപ്പാക്കുരിശിന്റെ കാര്യത്തിലൊക്കെ ഒരു വൈൽഡസ്റ്റ് നമ്മൾ പറയില്ല, ഒരു റോ ഫോമിൽ ഒരു ആക്ഷൻ ഇതിലൊക്കെ വിനീത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വിനീത് ഒരു എക്സ്പീരിയൻസ് അതിന് ശേഷം എനിക്ക് വേണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഒരു ഡയറക്ടോറിയൽ പാർട്ടിൽ വിനീതിന്റെ അങ്ങനെ ഒരു ഹെവി വെയിറ്റ് ആക്ഷൻ സീക്വൻസുകളുള്ള സിനിമകളില്ലല്ലോ. ഇപ്പൊ ഈ സിനിമകളുടെ സമയത്ത് അങ്ങനെ ഒരു കുറച്ചുകൂടി കൊറിയോഗ്രാഫ്ഡ് ആക്ഷൻ ആണല്ലോ. ആക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇച്ചിരി കൂടെ റോ ആയിട്ടാണ് ഇഷ്ടം. ആക്ഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇത് എന്താ പറയുക, എനിക്ക് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഭയങ്കര ഇഷ്ടമാണ് മനീഷേട്ടാ. എനിക്ക് രണ്ടുപേരും തമ്മിലുള്ള ഇടിയില്ലേ,
അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യപ്പനും കോശിയൊക്കെ അല്ലേ, എനിക്ക് അങ്ങനത്തെ ഐഡിയ ഇഷ്ടം. കൊറിയോഗ്രാഫിയുടെ സ്റ്റൈലിനേക്കാളും കൂടുതൽ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഇടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചപ്പ കൊണ്ട് ഉണ്ടായ ഇമ്പാക്റ്റ് ആണ്. അല്ല എനിക്ക് പണ്ടൊട്ടേ ഇഷ്ടം. ക്വന്റിൻ ടാരന്റീനോയുടെ സിനിമകൾ തൊട്ട് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളുണ്ടല്ലോ, എനിക്ക് രണ്ടുപേര്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാൻ പറ്റാത്ത രണ്ടാൾക്കാർ തമ്മിൽ പൊരിഞ്ഞ അടി എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. മറ്റേ റോപ്പിട്ട് ആള് പറന്നു പോകുന്ന സാധനത്തിനേക്കാളും കൂടുതലൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റാ രണ്ടാൾക്കാർ തമ്മിലുള്ള. ഇതിൽ അങ്ങനെ ഒരു നമ്മുടെ ഒരു യൂസ് ചെയ്തേക്കുന്നത്. ഇതില് ഒരു കാര്യമുള്ളത്, ഇതില് സ്റ്റണ്ട് ഡബിൾസ് ഇല്ല. അടിച്ച എല്ലാവരും വീണ എല്ലാവരും അവരവർ തന്നെയാണ്. ഇപ്പൊ നോബിള് രജിസ്റ്റർ ആവാത്ത ഷോട്ടിൽ പോലും അവനെ ഒരാൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എറിയുന്നത് അവനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാധനമുണ്ട്. ഇപ്പൊ ചാപ്പയിൽ ഞാനും ഫഹദും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തന്നെയാണ് പോയി വീഴുന്നതും, ട്യൂബ് എടുത്ത് ഫഹദ് അടിക്കുന്നത് എൻ്റെ മുതുകത്ത് തന്നെയാണ്, അവിടെ ഡൂപ്പൊന്നുമില്ല. അപ്പൊ ആ സാധനം എനിക്ക് ഇഷ്ടമാണ് ഷൂട്ട് ചെയ്യാൻ, വിത്തൗട്ട് എനി മറ്റേ റോപ്പും സാധനങ്ങളും അങ്ങനത്തെ. അത് ചെയ്യേണ്ട സമയത്ത് അങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളത് ഇതാ, ഒരു ആക്ച്വൽ സാധനം ഉണ്ടല്ലോ രണ്ടാൾക്കാർ തമ്മിൽ. അപ്പൊ ആ ഒരു സാധനം നമ്മൾ കരത്തിൽ മോർ ദൻ അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി ആസ്പെക്ട് എന്നുള്ളതിനേക്കാളും അതിൻ്റെ ഒരു റോ ആസ്പെക്ട് ഉണ്ടല്ലോ, അടി രണ്ടുപേർ തമ്മിൽ എന്ന് പറയുന്നത്, അത് ഇഷ്ടമാണ് എനിക്ക്. എന്നെ കണ്ടാൽ തോന്നൂല എന്നുള്ളൂ. എന്തായാലും കരം ഒരു തിയേറ്ററിൻ്റെ കാര്യത്തിൽ, വിഷ്വൽ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കമാവട്ടെ പ്രേക്ഷകർക്കിടയിലും. വിനീതിൻ്റെയും വിനീത് ഇതുവരെ ചെയ്ത പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്കും കിട്ടട്ടെ. അപ്പോൾ ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്.